അയ്യോ എന്റെ അമ്മോ അയ്യോ രക്ഷിക്കണേ അയ്യോ രക്ഷിക്കണേ അയ്യോ എന്നെ കാണിച്ച് അയ്യോ ഞാൻ ഓടി വരണേ അയ്യോ വളവേന്ന് പെട്ടെന്ന് എടുത്തതാ മുട്ടിട്ടൊന്നുമില്ല. കുഞ്ഞു പോയിക്കോ, ഞങ്ങൾ ഇയാളെ ആസ്പത്രിയിലാക്കിക്കോളാം. ഞാൻ ചത്തേ. അയ്യോ എന്റെ അമ്മോ. ഞാൻ ഹോൺ അടിച്ചിരുന്നു. ഞാനും കൂടി കേട്ടതല്ലേ. കുട്ടിയുടെ പേര് തെറ്റൊന്നുമില്ല. ഇവർ റാങ് സൈഡാ വന്നത്. സൈക്കിൾ ഇറങ്ങണ്ടില്ല. വേണ്ട, ഇനി എന്ത് പറഞ്ഞിട്ടെന്താ, ഞാൻ പൊക്കോളാം. കണ്ടില്ലേ, ഒക്കെ നാടവാ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെയും ചിലരുണ്ട്. കൊള്ളാവുന്ന പെമ്പിളർ റോട്ടി കാർ ഓടിക്കണ്ട, ഉടനെ എടുത്തങ്ങ് ചാടും. ഇവനെ തന്നെ വെറുതെ കാണാൻ പറ്റില്ല. കൊല്ലുന്നതിന് മുമ്പ് എന്നെ വിടാൻ പറഞ്ഞതിന് നന്ദി. അയ്യോ, ഇത് ഞങ്ങൾ എത്ര കണ്ടിട്ടുള്ളതെന്നറിയാം.
അയക്കേണ്ട താമസം ഞങ്ങൾ നേരെ ഇങ്ങോട്ട് ഒരുങ്ങി പിടിച്ചു. ആ എന്നിട്ട് ഒരു മാസത്തെ അവധിയാ. കല്യാണത്തിന് സമ്മതിപ്പിക്കണമെന്നാ അമ്മാവന്റെ നിർബന്ധം. കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞത്? അച്ഛൻ കണ്ടുവച്ച പെണ്ണിനെ കെട്ടാൻ പറ്റില്ലെന്നേ പറഞ്ഞുള്ളൂ. രാജേന്ദ്ര, നീ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാനക്കേട് ഉണ്ടാക്കി വെക്കരുത്. ഞങ്ങൾ പറഞ്ഞാൽ നീ അനുസരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ ഞങ്ങളെ തന്നെ ഇങ്ങോട്ട് അയച്ചത്. എന്താ ഞാനീ ഈ ഇഷ്ടമെന്ന് പറയുന്നത് ചീത്ത പറഞ്ഞാലോ തല്ലിയാലോ ഉണ്ടാവുന്ന സാധനമല്ല. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം, അല്ലേ പ്രതാപ? ഒരു മാസമല്ല, ഒരു ജന്മം കാത്തിരുന്നാലും എനിക്ക് ആ കോന്തി പെണ്ണിനെ കെട്ടാൻ സാധ്യമല്ല. അച്ഛന്റെ മോൻ തന്നെ അതേ വാശി. വാശിയൊന്നുമല്ല, ഞാൻ സത്യം പറയാം. എന്റെ കയ്യിലുണ്ടായിരുന്ന ഇഷ്ടം ഞാൻ വേറൊരു പെൺകുട്ടി കൊടുത്തുപോയി. അടുത്ത ബസ് എപ്പോഴാന്നാ പറഞ്ഞത്? ഇരിക്ക്. അങ്ങനെ അങ്ങ് പോവൂ. ആ പെൺകുട്ടിയെ കൊണ്ട് എന്നെ പ്രേമിപ്പിച്ച് അവളുടെ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ച് ഈ കല്യാണം നടത്തിപ്പിച്ചിട്ടേ നിങ്ങളെ ഞാൻ വിടൂ. കുട്ടികൾ ഉണ്ടാവുന്ന കാര്യം കൂടി പറഞ്ഞില്ലല്ലോ. പട മേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തവും കൊളുത്തി പട പട പട. അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ. നിങ്ങളെ കണ്ടപ്പോ എന്റെ ധൈര്യം അങ്ങ് ഇരട്ടിച്ചു. ആടേ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനീടെ വധമൊക്കെ കേട്ട് കിടന്നുറങ്ങാം. എന്താ മോളെ, എപ്പോഴാ അച്ഛാ എന്റെ കല്യാണം? മോൾക്ക് എപ്പോഴാ വേണ്ടെന്ന് പറഞ്ഞാ മതി. ഇപ്പൊ വേണം. ചെറുക്കനെ അത്രയ്ക്ക് ഇഷ്ടമായോ? വേഗം നടത്തി താച്ചാ. ഈശ്വര, ഈ വിവാഹം ഒന്നും നടന്നാ മതിയായിരുന്നു. എന്ന് നിന്റെ പാദസ്പർശമേൽക്കുന്ന പാതയിലെ വെറുമൊരു പുൽക്കൊടിയാകാൻ കൊതിക്കുന്ന രാജേന്ദ്രൻ നായർ. എപ്പടി രാജേന്ദ്രൻ നായരെന്ന് മാത്രം പോരാ, തറവാട്ട് പേര് കൂടെ ചേർത്തു. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ പൂച്ചക്കാരാ മണി കേട്ടുക. ഓഹോ, നീ കത്തുകൊണ്ട് കൊടുക്കുമ്പോ അവള് വാങ്ങിയില്ലെങ്കിൽ ബന്ധം അതോടെ തീരും. ഇനി ഞാൻ കൊണ്ട കൊടുക്കാന്ന് വെച്ചാൽ ഞാൻ ഈ ചീപ്പ് റൊമാൻസിലൊന്നും വിശ്വസിക്കുന്നില്ല. പിന്നെ വേണ്ട വേണ്ട വേണ്ട, ഈ സർവ്വ ഏടാവിടത്തിലും ചെന്ന് ചാടാൻ ഞാൻ ഒരുത്തനുണ്ടല്ലോ. ഇനി എന്നെ കൊണ്ട് വയ്യ. അയ്യോ, അങ്ങനെ പറയല്ല എന്റെ പൊന്നെ. ഞാൻ നിന്റെ സ്വന്തം അമ്മാവന്റെ മകനല്ലേ. ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ നിന്റെ ഭാര്യ ആകേണ്ടവളല്ലേടാ. അതിന് നീ ഒരു പെണ്ണായില്ലല്ലോ. നിന്റെയൊക്കെ ധൈര്യം ഗവൺമെന്റ് റെസ്റ്റ് ഹൗസിലെ ഫ്ലഷ് ഔട്ട് പോലെയാണ്. ആവശ്യത്തിന് ഉപകരിക്കുകയല്ല, തറവാട്ട് ഗുണം. തറവാടിനെ പറഞ്ഞാലുണ്ടല്ലോ, വെട്ടൊന്ന് കഷണം വെട്ടെന്ന ഞങ്ങളുടെ തറവാടിന്റെ കണക്ക്. അപ്പനപ്പന്മാരായിട്ട് അങ്ങനെ അല്ലേ രാജേന്ദ്രൻ നായരെ? കൊടുകത്ത് പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലു കൊള്ളുമെന്ന് ജാതകത്തിലുള്ളതാ. മിക്കവാറും അതിന് നടക്കും. എന്നാലും കല്ലുപറമ്പിൽ തറവാടിന്റെ പ്രസ്റ്റീജ് പ്രശ്നമല്ലേ? രാജേന്ദ്ര, ഈ മലമ്പനിയുടെ സീസൺ അല്ലേ? എനിക്ക് പിടിച്ചെന്നാ തോന്നുന്നു. നീ എടുത്തം കൂടി ഞാൻ ആശുപത്രി പോയി. പ്രതാപ, ഈ പ്രേമം ഒരു സ്റ്റണ്ട് പടം പോലെയാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പൊട്ടി പാളീസായി പോ. നീ ധൈര്യമായിട്ട് പോ. ഇപ്പഴാ Excuse me. ഇതൊന്ന് വാങ്ങിയാട്ടെ, എല്ലാം ഇതിനകത്തുണ്ട്.
ഇറ്റ്സ് ഓക്കെ. കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി. എന്റെ സങ്കല്പത്തിലെ പുരുഷന് ഇതേ രൂപമാ, ഇതേ ക്യാരക്ടർ. ഐ ലൈക്ക് യു. അയ്യോ, ഞാൻ ഒന്നും പറയണ്ട, അച്ഛനെ നേരിട്ട് വന്ന് കാണണം. ആരെയാ നോക്കുന്നത്? ഹേയ്, വല്ലവരും കാണുന്നുണ്ടോന്ന്. ആര് കണ്ടാലെന്താ? വരൂ, നമുക്ക് അല്പം ഇരുന്ന് സംസാരിക്കാം. ഇരിക്കൂ. കയ്യിൽ എന്റെ ഭർത്താവിന്റെ പുരുഷനെ കുറിച്ച് എനിക്ക് മറ്റു ചില സങ്കല്പങ്ങളുണ്ട്. പറഞ്ഞോളൂ, എല്ലാം ഞാൻ പറഞ്ഞോളാം. ആരോടാ? എല്ലാം കേട്ടോളാം. എന്നെ തോൽപ്പിക്കുന്നവനായിരിക്കണം എന്റെ പുരുഷൻ. ഉദാഹരണത്തിന്, ഞാൻ ദിവസവും കാർ ഓടിച്ചു പോകാറില്ലേ ലവ് സ്പീക്കിലേക്ക്? ഞാൻ പുറപ്പെടുമ്പോൾ പുറപ്പെട്ട് കുറുക്കുവഴിയിലൂടെ ആയാലും ഓടി എന്നെക്കാൾ മുമ്പ് അവിടെ എത്തിയിരിക്കണം. എന്റെ ദൈവമേ, എന്താ പേടിച്ചു പോയോ? ഇല്ല. എടാ ചതിയാ, വഞ്ചക, നിന്നെ കുറിച്ച് എന്നോടാ പറയാൻ. ഓഹോ, കൂട്ടുകാരന് വേണ്ടി വക്കാലത്തിന് വന്നതായിരുന്നു അല്ലേ? സ്നേഹിക്കുന്നു നേരിട്ട് പറയാൻ പോലും ചുണയില്ലാത്തവർ പ്രേമിക്കാൻ വന്നിരിക്കുന്നു. സർവം കൊണ്ട് തൊലച്ചില്ലേ? അവൾ സങ്കല്പത്തിലെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു വരുമായിരുന്നു. മുഴുവൻ കേട്ടിരുന്ന അതനുസരിച്ച് നീങ്ങാൻ പോരായിരുന്നോ? അത് കിടക്കാൻ വേണ്ടി ഒരു സംശയം. അവൾ എന്താ പറഞ്ഞേ? ഈ മലയിൽ നേരെ തലയെ കൊണ്ട് ചാടാൻ. തിടുക്കം വേണ്ട, പയ്യെ തിന്നാൽ വേണ്ട. ഇംഗ്ലീഷ് പറയാം. ഓൾ ദ ഗ്ലേസ് ഇസ് നോട്ട് ഗോൾഡ്. മിന്നുന്നതെല്ലാം പൊന്നല്ല, പൊന്നാണ്. അയ്യോ പ്രതാപ, പ്രഭാത. എന്നെ തോൽപ്പിക്കുന്നവനായിരിക്കണം എന്റെ പുരുഷൻ. ഉദാഹരണത്തിന്, ഞാൻ ദിവസവും കാർ ഓടിച്ചു പോകാറില്ലേ ലവ് സ്പീക്കിലേക്ക്? ഞാൻ പുറപ്പെടുമ്പോൾ പുറപ്പെട്ട് കുറുക്കുവഴിയിലൂടെ ആയാലും ഓടി എന്നെക്കാൾ മുമ്പ് അവിടെ എത്തിയിരിക്കണം. നോക്കിക്കോടി, നമ്മുടെ കല്യാണം കഴിയട്ടെ, പിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്.
സോറി. അങ്ങനൊന്നുമില്ല, ഞാൻ തന്നെ മുന്നിലെത്തി. നമ്മൾ ഒന്നാവാനാ ദൈവം നിശ്ചയം. ദൈവത്തിന്റെ നിശ്ചയം നിങ്ങളുടെ കയ്യിലാ? വേണേ പരീക്ഷിക്കാം. ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് രാജിക്കറിയോ? ഇവിടെ നിന്ന് ഈ നാട് മുഴുവനും കാണാം. അതല്ലെന്ന്, ലവേഴ്സ് സ്പീക്ക് എന്നല്ലേ ഈ സ്ഥലത്തിന് പറയുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ യഥാർത്ഥ സ്നേഹമാണെങ്കിൽ പ്രകൃതി അത് ഏറ്റു പറയും. രാജി നോക്കൂ, എന്റെ സ്നേഹം യഥാർത്ഥമാണെന്ന് ദൈവത്തിനറിയാം. കാണണം. കേട്ടില്ലേ? ദൈവത്തിന് എന്റെ മനസ്സറിയാം, പക്ഷെ രാജിക്കാ മനസ്സിലാകാത്തത്. എന്നെ വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഇവിടെ ചാടിച്ചോ. ഐ വിൽ കിൽ മൈസെൽഫ്. തണുക്കുന്നറിയോ? തൊലിക്കണ്ടെങ്കിൽ തണുപ്പ്. വെള്ളം തെറ്റരുത്. ഞാൻ മുന്നിട്ടെത്തോ? അയ്യോ, ഇനി ഡൈവ് ചെയ്യാം. ഞാൻ കയറിക്കോ, എനിക്ക് എത്ര വിളിച്ചിട്ടും മതിയാകുന്നില്ല. Thank you. വാങ്ങിക്കാശാനെ തമാശ കാണിക്കുന്നു. അയ്യോ, ആരോ കഴുത്തരിച്ചു വന്നതാ. അങ്ങോട്ട് ഇട്ടേനെ. നമുക്ക് പോവാം. അയ്യോ, പേടിപ്പിക്കാതെ. സാധിച്ചു. പോലീസ് നായ വന്ന നമ്മുടെ മണമായിരിക്കും കിട്ടുക. പരിശോധിച്ചാൽ നമ്മുടെ വിരലടയാളം കാണും. ഇവനെ കൊന്നത് നമ്മളാണെന്നേ വരൂ. നമുക്കിതിനെ കുളിപ്പിച്ചാലോ? മണവും മാറും, വിരലടയാളവുമായി. എങ്കിൽ നമുക്ക് പുഴയിൽ ഒഴുക്കി വിടാം. എവിടെങ്കിലും പോയി അറിയട്ടെ. ശവം വാടോ. എന്തൊരു ഭാരം. യവൻ ചാത്തതാ നല്ലത്. ന്യായം വേണം. ദൂരെ പോയി വീഴണം.
മോഡൽ ആളുകൾ അയാളെ കണ്ടു എന്നുള്ള തീർച്ചയായിട്ടും പോലീസ് പറയും. നമ്മൾ പെട്ടത് ശരിയാ. ഇനി ഇവിടെ ഒഴുക്കുന്ന അപകടമാണ്. നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാം. കയ്യെടുത്ത് തോളിലോട്ട് നേരെ നിർത്ത്. ആളുകൾ നേരെ വേഗം കൊടുക്കും. വേഗം. ചേട്ടാ ഛർദിക്കണമെങ്കിൽ പറയാ ചേട്ടാ. ഇവിടെ ഇറങ്ങി ഛർദിപ്പിക്കാം. ഇത്തിരി വെള്ളം അടിക്കുന്നത് അപ്പോഴേ പറയാ. അല്ല ഇനി ആരും കാണില്ല. നമുക്ക് ജാവത്തിന് കാണുന്നു. ശാന്തതയുടെ അപാരതീരം ഏകാന്തതയുടെ അപാരതീരം ഏകാന്തതയുടെ അപാരതീരം ഏകാന്തതയുടെ അപാരതീരം എന്റെ അമ്മ താ വരുന്നു. എനിക്ക് ഒരു ഐഡിയ. ഈ ശവത്തിനെ ആ തോണിക്കാരനെ ഏൽപ്പിച്ചാലോ? ചെല്ല്. പറയുമ്പോഴേക്കാൾ കൈ നീട്ട് വായിക്കും. മോർച്ചറിയല്ലേ? എടാ ബുദ്ധൂസേ, ഈ ശവം ചത്തതാണെന്ന് പറയരുത്, കുടിച്ചു പൂസായതാണെന്ന് പറയണം. ഒന്ന് അക്കരെ വരെ എത്തിച്ചാ മതി എന്നും പറയണം. എന്നിട്ട് നമുക്ക് വലിയ അത് കൊള്ളാം. നിങ്ങളുടെ ആർക്കും പരിചയം കാണില്ലല്ലോ. ഒന്ന് ട്രൈ ചെയ്താട്ടെ. അപ്പൊ നീയോ? അല്ല, അയാൾക്ക് എന്നെ അറിയാം. മാത്രമല്ല ശവം നമ്മളിവിടെ ഇട്ടിച്ചു പോയാ വല്ല കുറുക്കനും വിളിച്ചോട്ട് പോവുകയും ചെയ്യും. ചെല്ലേ. ഒറ്റയ്ക്ക് പറ്റൂല. ഞാനും കൂടെ വരണം. വാ, പിടി. സൂക്ഷിച്ച്. എന്താ? എന്താ? തോണി തുഴയുമ്പോ എന്തിനാ ഈ ജാതി പാട്ടൊക്കെ പാടുന്നത്? കറുത്ത പെണ്ണെ കരിങ്കുഴലി നിനക്കൊരു തൻ കിഴക്കുതിച്ചു എന്നൊക്കെ പാടിക്കൂടെ? അതൊരു പഴക്ക സിനിമ കണ്ടു പഠിച്ചതാ. മാത്രമല്ല ദിവസവും ഇവിടെ മുങ്ങിമരണ. രാത്രിയായ പ്രേതങ്ങളുടെ ഒരു കളിയാ. നമ്മൾ പാട്ടും പാടി വന്ന പ്രേതങ്ങൾ ഈ വരുന്നതും പ്രേതമാണെന്ന് കരുതി വെറുതെ വിട്ടോളും. സാറന്മാര് കയറിയാട്ടെ. ഞങ്ങൾക്ക് പോകാനല്ല, വേറൊരാളെ ഒന്ന് അക്കരയ്ക്ക് എത്തിക്കണം. ആരാ? കുടിച്ച് ബോധം കെട്ടിരിപ്പാ. വീല് വീല്. ഞങ്ങൾ ഇവിടെ ഉള്ളതല്ല, വെറുതെ പിക്നിക്കിന് വേണ്ടി വന്നാ. സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അടുത്ത് കൂടി. ഗൈഡ് ഗൈഡ്. ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാം മേടിച്ചു കുടിച്ച്. വാള് വാള്. അക്കരെ എങ്ങാനുള്ള ആരാന്ന് ഞങ്ങൾക്കും അറിയില്ല. പാവം. ഒന്ന് അക്കരെ കൊണ്ട് ഇറക്കി വിട്ടാ മതി. ഞങ്ങള് വഴിയിലിട്ടിട്ട് പോയിന്ന് വരരുതല്ലോ. അപ്പൊ സാറന്മാര് പോവാന്നോ? ഇനിയും വൈകിയാ ബസ് കിട്ടില്ല. ചെന്നില്ലെങ്കിൽ ആ കൂടെ പ്രശ്നമാവും. അസുഖമായിട്ട് കിടക്കുന്ന അമ്മ മാത്രമേ ഉള്ളൂ വീട്ടില്. ഞങ്ങളെ കൈ ഒഴിയരുത്. ഇതൊരു ജീവൻ മരണ പ്രശ്നമാണ്. എന്റെ ചുമ്മാ രാഷ്ട്രീയക്കാരെ കളി കളിക്കില്ല. കാര്യം വിട. ചേട്ടോ ചേട്ടാ ഇങ്ങോട്ട് പെതുക്കെ. ഇങ്ങോട്ട് ഇങ്ങോട്ട്. ചത്ത പോലെയല്ലേ കിടക്കണത്. കാര്യം ഞാനും കള്ളുകുടിക്കാൻ തന്നെയാ. പക്ഷെ ഇങ്ങനെയുണ്ട് ഒരു കുടി. കള്ളിനെ നമ്മൾ കുടിക്കാം, നമ്മളെ കള്ളു കുടിക്കാൻ പാടില്ല. എന്താ തലയാട്ടാ? ഇപ്പൊ തലയാട്ടിട്ട് എന്താ കാര്യം? കള്ളു കുടിക്കുന്നതിന് മുമ്പ് ഓർക്കണ്ടേ? അയ്യോ, വന്നവര് നല്ലവരായതുകൊണ്ട് എന്നെ ഏൽപ്പിക്കാനെങ്കിലും തോന്നി. അല്ലെങ്കിൽ വഴിയിലിട്ട് പോകൂലേ?
നാലാള് കണ്ട നാണക്കേടല്ലേ മനുഷ്യ, അത് ഓർക്കട്ടെ. വെറുതെ കിട്ടിയ വേഷവും വണ്ടിക്ക് ഇറങ്ങാൻ പറ്റുമോ? പറ്റല്ലേ? ഞാൻ സഹായിക്കാം. പക്ഷെ വീട്ടിലൊന്നും കൊണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവിടെ പിടിക്കും. ഇല്ല അവിടെ. അത് പോയി. ഇവിടെ പിടി. ഞാൻ മറ്റതും പോയി. അയ്യോ, ഇത് ചത്തതാണല്ലോ എന്റെ ഈശ്വര. ഇവരെ കൊലപാതകമോ മറ്റോ ആണോ? മണ്ട, അയ്യോ, എന്താ നീ അവിടെയും ഇവിടെയും ഡബിളായിട്ട് വേണ്ട ദൈവമേ. ചിരിക്കല്ലേ ചിരിക്കല്ലേ, പേടിയാവണു. എന്റെ അബദ്ധമാണ് നീ കാണിച്ചത്. എന്റെ ശവം കിടക്കുന്ന നിന്റെ വഞ്ചിയില് ഇപ്പൊ നിന്റെ മണം അതിലുണ്ടാവും. പോലീസോ മറ്റോ അത് കണ്ടാൽ കൊന്നത് നീ തന്നെ. സത്യം എന്താന്ന് നിനക്കറിയാലോ. ചത്തവന്റെ സത്യത്തിന് എന്താ വില? അല്ലെങ്കിലും പോലീസുകാർക്ക് സത്യത്തിന്റെ ആവശ്യമില്ല, വെറും തെളിവ് മതി. അത് നിനക്ക് എതിരാണ്. പോയി എന്തോന്ന് മായ ഇത്? എവിടെ പോയി? ഈശ്വര, ഇത് വലിയ പുലിവാലായല്ല എന്റെ ഈശ്വര. എന്താ ചെയ്യാ? കണ്ണടച്ച് കിടക്ക്, മണ്ണ് പോവും. കൊല ചെയ്യുകയാണെങ്കിൽ കുഴിച്ചിടാൻ ഞാനും. നീ എന്താ എന്റെ തല വന്ന് വീണേ? ചവിട്ടി കൊല്ലി ഞാൻ. ആ കൊലപാതകങ്ങളുടെ തലേല് വല്ല ഇടുത്തിയും വീണ എന്റെ ഈശ്വര. ചൂടല്ലേ? കഥ തുറക്കാൻ ഞാനാ. നിന്റെ കണ്ണാട്ടാൻ കഥ തുറക്കാൻ. ഞാൻ പിന്നെ ശവം കുഴിക്കുമ്പോ ഇല്ലാവരും പറയാതെ പറയണം. ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ പിന്നെ എന്തേ നോടെയൊന്നും വരുന്നില്ലേ? എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അവിടെ തന്നെ പുറത്തായിരുന്നില്ലേ? ഇന്ന് ഇവിടെ കിടന്നോണം. ഒന്നിരിക്കുന്നു. എന്നെ ആ കുഴിയിൽ എന്നെ അടക്കം ചെയ്താൽ മതിയായിരുന്നു. ഈശ്വര, അടുത്ത ജന്മത്തിലെങ്കിലും എന്നൊരു ഭർത്താവായി ജനിപ്പിക്കരുതേ. ഭദ്രകാളി, 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 100 ഭദ്രകാളി. അമ്മായിയപ്പ കച്ചവടം തുടങ്ങാൻ പോവുകയാണ്. കട സ്ത്രീധനായിട്ട് തന്നാണ്. അതൊക്കെ ശരി. ഇതും വെച്ച് അറിയിക്കാതെ നിങ്ങളെ മകളെ ഞാൻ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അവളുടെ കാര്യം അവള് പറഞ്ഞോളൂ. അല്ലടി മറിയേ, അയ്യോ, എന്റെ പൊന്ന അമ്മായിപ്പനെ അറിയാലോ. എന്റെ അപ്പനാണ് സത്യം. അന്ത്യാകുമ്പോ എനിക്കൊരു കുപ്പി കള്ളു കുടിക്കണം. ഇവിടുത്തെ ചെലവെല്ലാം കഴിച്ച് ഒരു കുപ്പി കള്ളിനുള്ള കാശ് കിട്ടണില്ല. എന്റെ പൊന്ന അമ്മായിപ്പോ, എന്നെങ്കിലും മനതൃപ്തിയോടുകൂടി ഒരു കുപ്പി കള്ളു കുടിക്കാനുള്ള കാശുണ്ടായി തരണേ. ആമേ. കാലി തണീറ്റ് എന്നും ഇതേ കേൾക്കാനുള്ളൂ. എടി, നിന്റെ അപ്പൻ ജീവിച്ചിരിക്കുമ്പോഴേ മറവി കൂടുതലാ. ചത്തപ്പ അതൊന്ന് ഏറി. എടി മറിയേ, നീ എന്നും കാണുന്നല്ലേ ഞാൻ ഇവിടെ നിന്ന് നിന്റെ അപ്പനോട് മനം നൊന്ത് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് വരെ എന്തെങ്കിലും ഒരു കാര്യം നിന്റെ അപ്പൻ എനിക്ക് ചെയ്തു തന്നുണ്ടോ? ഇല്ല. അപ്പൻ എന്താ ദേവനോ? അതാണടി എന്റെ ബുദ്ധി. ദൈവം തമ്പരൻ എത്രായിരം പേരുടെ ആവലാതി കേൾക്കണം. നിന്റെ അപ്പനാണെങ്കിൽ നിന്റെ എന്റെ കാര്യം നോക്കിയാൽ മതി. പരലോകത്താണെങ്കിൽ കർത്താവിനോട് റെക്കമെൻഡ് ചെയ്യാൻ വളരെ എളുപ്പ. കാരണം ഇവരവിടെ അടുത്തടുത്തല്ലേ താമസോ. എനിക്കറിയേ, ഇങ്ങോട്ട് പറ.
ഈ ദൈവത്തിനാണെങ്കിലും കൈക്കൂലിയും ശുപാർശയും അപ്പൻ അപ്പൊ കൂടെ ഉണ്ട്. മത്തായി സ്മാരക വിലാസം കാപ്പി ക്ലബ്. ആരാ മനസ്സിലായില്ല? ഞാനിവിടെ പുതിയതാ, ന്യൂ ആ എംപ്ലോയ്മെന്റ്. സാറി ഇരിക്കണം. എനിക്കൊരൊറ്റ നോട്ടത്തിൽ മനസ്സിലായി, ഒരു ജോലിയും ചെയ്യാതെ സർക്കാരിന്റെ 4 ഏക്കറും പറ്റിച്ചടക്കുന്ന ആളാണ്. എന്റെ കുടുംബം ഉണ്ടാ? സംശയം എന്താ? ഞാൻ കുടുംബത്തിൽ പറഞ്ഞോൻ തന്നെ. സാറ് ഞാൻ അങ്ങനെയല്ലേ ചോദിച്ചത്. ഇവിടെ സാറ് ഫാമിലി ആയിട്ടാണോ? ഇല്ലെങ്കിലേ ഇവിടെ ആയിരിക്കും ഭക്ഷണം. കൊള്ളാവുന്നവരുടെ പറ്റുകടയാണത്. അതായത് വീട് വിറ്റാ പിന്നെ ഒരു വീട്. അതാണ് മത്തായി സ്മാരക വിലാസം കാപ്പിക്കളപ്പ്. ഭക്ഷണത്തിന്റെ കാര്യം മാത്രം കേട്ടോ, നീ കിടക്കും ഉറക്കും ഒക്കെ അതൊന്നും വേറെ. നമ്മുടെ പേരെന്താ? നമ്മുടെ പേര് എനിക്കറിയില്ല, എന്റെ പേര് ജ്ഞാനേശ്വരൻ എന്നാ. പറഞ്ഞു. ഇവിടെ അടുത്തെങ്ങാനും വല്ല കൊലപാതകമോ ആത്മഹത്യയോ വല്ലതും നടന്നിട്ടറിയാമോ? അയ്യോ സാറേ, അതൊന്നും നമുക്കറിയാം സാറേ. എന്റെ ഇത്രയും വയസ്സിനിടയ്ക്ക് ഒരു കൊലപാതകമോ ഒരു ആത്മാർത്ഥ്യമോ ഒന്നും ഞാൻ ചെയ്തില്ല. നമുക്കെന്ത് അതിന്റെ കാര്യമൊക്കെ. അതെ, കടുപ്പത്തിലൊരു ചായ പറയട്ടെ. സാറിനൊരു ചായ. സാറിന് കടിക്കാൻ വേണ്ടല്ലേ? അപ്പൊ ഞാൻ പോകട്ടെ. ഞാൻ കൊല്ലടാ. എടാ, എന്ത് തോന്നിയ ദിവസം കാണിച്ചത്? ചായ കഴിക്കാൻ വരുന്ന ഒരു വിരട്ടി കൊണ്ട് ഓടിക്കും. എന്റെ പറയത് അവൻ എന്താ ചെയ്തത് നിനക്കറിയാം? അവനെന്ത് ചെയ്ത്? എന്താ ചോദിക്കാം? പച്ചപ്പരി ചെയ്തോ? കാര്യം പറയടാ. ഓടിച്ചിട്ട് പിടി. അവന്റെ കള്ളനോ കൊലപാതകയോ? ശവം. ശവോ? എടോ, എന്റെ കച്ചവടം മുടക്കും പോലെ എന്റെ മുഖത്തേക്ക് ശവം. അതല്ല പറയുന്നേ, ശവം. അല്ല പറയുന്നേ ശവമെന്നോ? നിന്ന് അങ്ങനെ നടക്കണ്ട. നക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ കടക്കട പുറത്ത് നിനക്ക് ചായയിലെ പച്ച വെള്ളം ഞാൻ തരില്ല. കടക്ക പുറത്ത് നല്ലോണം ഉറച്ചു വന്നൊരു കച്ചവടം. അത് നീ അലസി പിടിപ്പിച്ചില്ലേ? ഇല്ലേ? മാസം 100-150 കിട്ടില്ലേ? അത് നീ ഇല്ലാതാക്കില്ലേ? പൊട്ടിച്ച് വായിക്കടാ, എന്റെ അച്ഛന്റെ കത്തല്ലേ. അതാ എനിക്ക് പേടി. എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നെന്ന് ആർക്കറിയാം? ഇനി കൊണ്ട പേടി പോലും. പ്രിയപ്പെട്ട മരുമകൻ അറിയുവാൻ അമ്മാവൻ എഴുതുന്നത്: നിന്നെ അങ്ങോട്ട് അയച്ചതിന് ശേഷം ഒരു വിവരവും കണ്ടില്ല. രാജേന്ദ്രനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഉടനെ അവിടെ എത്തും. ഗൗതം സാഹിബ് ലണ്ടനിൽ നിന്ന് അയച്ചു തന്ന പിസ്റ്റളുമായി. നിങ്ങൾ കത്ത് മടക്കുമെന്ന് എനിക്കറിയാം. ആ പെണ്ണിനെ കെട്ടാതിരിക്കുകയോ പെണ്ണ് കാണാൻ ചെന്ന് വല്ല കുഴപ്പം ഒപ്പിക്കുകയോ ചെയ്താൽ 3നെയും ഞാൻ ചുട്ട് ചാമ്പലാക്കി കളയും. ഓർമ്മയിരിക്കട്ടെ. ദൈവമേ, ഭൂമിയിൽ ഈ അച്ഛന്മാരെന്നൊരു വർഗം ഇല്ലായിരുന്നെങ്കിൽ. നിന്റെ അച്ഛനും ഞാനും ചെയ്യാത്ത വിക്രസുകളില്ല. തമ്മിൽ ചേർന്നാൽ പിന്നെ വലിയ രസമാണ്. അല്ല, 2 തറവാടികളുടെ ചേർച്ചയാണേ. പിന്നെ ആ ചേർച്ച 2 മക്കളിലൂടെ അങ്ങ് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ആലോചന കൊണ്ടുവന്നത്. അല്ല, പിന്നെ ഹണ്ടിങ് എന്ന് വെച്ചാൽ മോന്റെ അച്ഛന് ഭ്രാന്ത. എന്നെ കാണാൻ വരുന്നത് തന്നെ ഹണ്ടിങ്ങിന് പോകാൻ മുട്ടുമ്പോഴാണ്. ആ കാട്ടിലും മലയിലുമായി എന്തെന്ത് അനുഭവങ്ങളാ ഉണ്ടായിരിക്കുന്ന അറിയാമോ? തോക്കില്ലാതെ അമ്മാവൻ വേട്ടയ്ക്ക് പോയിട്ടുണ്ടോ? തോക്കില്ലാതെ എങ്ങനെയാ വേട്ടയ്ക്ക് പോകുന്നത്? അതാ കഴിവ്. ഈ ജ്ഞാനേട്ടൻ തോക്കില്ലാതെ ആനയെ വരെ പിടിക്കും. അവിടെ പറഞ്ഞു. അതൊന്നും അത്ര വലിയ കാര്യമല്ലെന്നേ. എന്നാലും പറഞ്ഞാ നീ അമ്മാവനത് കേൾക്കാൻ താല്പര്യം. ഹണ്ടിങ്ങിന്റെ ഏത് കഥകളും പറയാന്ന് വെച്ച് എനിക്ക് ജീവൻ. പറയൂ. ആനയെ പിടിക്കാൻ തോക്ക് വേണ്ട. വെടിവെക്കാൻ ഫോറസ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ സമ്മതിക്കുമില്ല. അപ്പൊ ഒരു ബുദ്ധിയുണ്ട്. ഈ പഴം ഉണ്ടല്ലോ, പഴം, പാളയന്തോടം പഴം, അതാണ് ജീവൻ. അതിലൊരെണ്ണം വാങ്ങി അതിനകത്ത് സ്ലീപ്പിംഗ് പിൽസ്, ഈ ഉറക്ക ഗുളിക, അത് കുത്തി നിറയ്ക്കുക.
ഇതുമായി കാട്ടിക്കേറുക, ഒറ്റയാന് കൊടുക്കുക. ഇത് തിന്ന് ഒരു 4-5 അടി നടക്കുമ്പോ ഉറങ്ങി വീഴും. കൂർക്കം വലിച്ചുറങ്ങും. അപ്പം നാട്ടിൽ നിന്ന് താപ്പാനെ കൊണ്ടത് തളയ്ക്കുക, കൂട്ടിനകത്താക്കുക. ആന ഉടകുമ്പോ കൂട്ടിനകത്തായിരിക്കും. ഞാനിതുപോലെ കുറെ പിടിച്ചിട്ടുള്ളതാ. പിന്നെ ഇപ്പൊ കാടുമില്ല, അതുകൊണ്ട് പിടിക്കലും നിർത്തി. ഭയങ്കരം തന്നല്ലേ അമ്മാവാ? ഓ, എന്തൊരു ജ്ഞാനം. അതെ അതെ. എന്നാലേ ഞാൻ മകളെ വിളിക്കാം. നാരായണിയമ്മേ, എന്തോ മോളെ വിളിക്കൂ. വരൂ വരൂ. മോള് ശരിക്കും കണ്ടല്ലോ. ഇനി മക്കൾക്ക് വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. അത് വേണ്ടതാ. ഈ സൈക്കോളജിക്കലായിട്ടൊരു മിംഗ്ലിംഗ്. അതെ, മിംഗ്ലിംഗ് ആവശ്യമാ. എനിക്കൊന്നും സംസാരിക്കണമെന്നില്ല. നാണം കൊണ്ട് പറയുക. ചെല്ലു രാജേന്ദ്ര. അയ്യോ, ആ കുട്ടി കാത്തു നിൽക്കുന്നു. അങ്ങോട്ട് ചെല്ലേ. ചെല്ല് ചെല്ല് ചെല്ല്. പോ പോ ചെല്ല്. ഒന്ന് മിംഗിൾ ചെയ്തിട്ട് പോ. അതോട്ടി. ഞാനിങ്ങനെ കണ്ടിരുന്നു, പുഴയോരത്ത് വെച്ച്. കള്ളൻ എന്തൊരു പണിയാ കാണിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്യാവോ? എനിക്ക് എന്ത് ദേഷ്യം വന്നെന്നറിയാവോ? കൊല്ലാൻ തോന്നി. കുട്ടി അത് ആരെങ്കിലും പറഞ്ഞോ? ആ, എന്നെ ഇഷ്ടമായോ? ഇഷ്ടമായില്ലെങ്കിൽ ഞാനത് എല്ലാരോടും പറയും. ഇഷ്ടമായോ? ഇഷ്ടമായി. ആകെ പുലിവാലല്ലേ. പെണ്ണ് കാണാൻ പോണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അമ്മാവൻ വരുമ്പോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നിൽക്കണ്ടേ? ഇതിപ്പോ പെണ്ണ് കണ്ടു, ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാ പോരെ. ഇഷ്ടമല്ലെന്നെങ്ങാനും പറഞ്ഞാൽ മതി. ശവം കണ്ട കാര്യം അവള് നാട് മുഴുവൻ നടന്നു പറയും. അവളെല്ലാം കണ്ടിരിക്കുന്നു. പക്ഷെ ഇതുവരെ ആരത്തും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി അവൾ പറയൂ. പൊട്ടിത്തകർന്ന കിനാവിന്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ച് കരയാനാണല്ലോ നമുക്ക് വിധി. ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാ മതിയോ? പെണ്ണിനെ പിറക്കുന്ന കുഴപ്പം അറിയാ. നീ അവളെ കല്യാണം കഴിക്കുന്നതന്നെ ബുദ്ധി. നിന്റെ ഒടുക്കൽ തരും ബുദ്ധി പോലെ. എനിക്കിപ്പോ തോന്നുന്നു ഇതെല്ലാം അച്ഛന്റെ പ്ലാനായിരുന്നു എന്ന്. ആ ശവത്തിനെ അവിടെ കൊണ്ട് ഇട്ടതും അതുമായി നമ്മൾ കെട്ടിമറിഞ്ഞതും ആ പെണ്ണിനെ. എന്റെ രാമു, കുറച്ച് വെള്ളം താടി. എവിടുന്നായി ഓടി വരുന്നത്? വല്ലയിടത്തും വേലി ചാടാൻ പോയി കാണും. നാട്ടുകാരെ അടിക്കാൻ ഓടിച്ചതല്ലേ? അതൊന്നും അല്ലടി. ഞാനത് എങ്ങനെ നിന്നോട് പറയാ? ഞാൻ അനുഭവിക്കുന്ന ധർമ്മസങ്കടം നിന്നോട് പോലും പറയാൻ പറ്റില്ലല്ലോ എന്റെ ദൈവമേ. വല്ലോൾമാർക്കും കള്ളക്കടപ്പം ഉണ്ടാക്കി കാണും. അത് തന്നെയാ. എന്റെ പൊന്നു രാധമ്മേ, നീ എന്നെ എന്തുവാണെങ്കിലും പറഞ്ഞു. എന്താ കൊണ്ട് നോക്കിയേ, എന്റെ ചാരിത്രത്തെ മാത്രം സംശയിക്കരുത്. നിങ്ങൾ അത്ര പുണ്യമാണെന്നാവണ്ട. എന്റെ പോ.
പേടിക്കണ്ട, എന്റെ കണ്ണ, ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. പിന്നെ എന്തിനാ വന്നേ? രാധ എവിടെ? ആ കണ്ണ, ശരിയായ ശവദാഹം നടക്കാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഗതി കിട്ടാതെ അലയേണ്ടി വന്നത്. ഒന്ന് പോലീസിന് എന്റെ ശവം കാണിച്ചു കൊടുത്തേ, എന്നിട്ട് നേരെ ചെന്ന് നടക്കാൻ പറ. പോലീസിനോട് പറഞ്ഞ നിന്നെ കൊന്നു ഞാൻ അമ്മല്ലേ വരിക? എനിക്കത് അറിയേണ്ട കാര്യമില്ല. എന്റെ ആത്മാവിന് ഗതി കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. നീ എന്നെ കൊന്ന നിന്നെ ഞാനും കൊല്ലും. ശവമേ, നിന്റെ ജീവൻ എടുത്തോണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. നിന്നെ ഒന്ന് കൊല്ലും, നിന്നെ ഒന്ന് കൊല്ലും. ബഹളം കേൾക്കണെന്തോ? അവിടെ വെക്ക് മോളെ, മോളെ എന്റെ കർത്താവ് വരുമ്പി മോളെ അവിടെ. ഓ എന്റെ കർത്താവ് എന്ത് പോകാം മീനാക്കിയോ അവിടെ ഓരോ പൊതു മീനാക്കി എന്ത് മീനാക്കിയോ ഓട്ട. അയ്യോ ഞാൻ കളയല്ലോ, ഞാൻ ചാമ്പേന്ന് എന്റെ മോനെ അമ്മയ്ക്ക്. അയ്യോ നമ്മളെ പറയുന്ന മാപ്പിളയല്ലേ? അല്ലടാ നിന്നൊക്കെ ചന്ത ചന്തന്ന് പശുവിനെ വാങ്ങി വരുന്ന വരവാ. എടാ നിങ്ങളെല്ലാരും കൂടി എന്തെങ്കിലും ആക്കിയില്ലേ? കാണിച്ചേരാ, എല്ലാവരും കാണിച്ചേരാ കേട്ടോ. നാളെ ചോറ് ചായ കടയിലേക്ക് വാ, ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. അയ്യോ പോയല്ലോ മോളെ, മോളെ അവിടെ പറയുന്ന അവിടെ വെക്കേ മോളെ, നിക്ക് മോളെ, മോളെ ഉപ്പിടണ്ട. ഈ സോഡക്കാരിട്ടാ മതി, ഈ സോഡക്കാരിട്ടാ മതി. മെല്ലെ പറയടി, നാട്ടുകാർ കേക്കടി. ഇതേ നമുക്ക് കഴിക്കാനുള്ളത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം സോഡക്കാരിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി. എന്റെ കർത്താവേ, കർത്താവല്ല ഭർത്താവ് പറഞ്ഞ് കേട്ടാ മതി, അത് മനസ്സിലാക്കിയാൽ മതി കേട്ടാ. എടിയേ എന്റെ തയ്യുള്ള ദോഷം എന്താന്ന് നാട്ടുകാരെന്ന് പറയട്ടെ. അന്നില്ലാത്ത വർഗം ഇത്രയും കാലം വെച്ചു വേണ്ടി കൊടുത്തതിന്റെ കൂലിയെ അതെനിക്ക് കിട്ടിയടി, എനിക്ക് കിട്ടി. അറിയോ തൂർത്തടി, സകലം തൂർത്ത്. അയ്യോ നിങ്ങളൊരു മനുഷ്യനാണോ? എന്ത് മനുഷ്യനാണോ? ഇത്രയും കാലം ഞാൻ മനുഷ്യനെന്ന് നീ മനസ്സിലാക്കില്ലേ? കയ്യെടടി എടി മറിയെ, കയ്യെടുക്കാൻ വിടലെ പറഞ്ഞു. കയ്യെടടി ഓടി ചന്തേ ഒരു പശുവിന് വാങ്ങിയതാണ് നാട്ടുകാർ കൂടി എന്ന് തല്ലിയത് അല്ലേ? അല്ലാൻ തൂറട്ടെ, തൂറട്ടെ, ഫാമിലി സഹിതം തൂറട്ടെ, തൂറി നശിക്ക ചമ്പ. ഉപ്പുണ്ട് എന്താണ് അയ്യോ ഞാനെന്ത് മനസ്സിലാണ്? ഞാനെന്താ പട്ടിക്കുട്ടിയോ ഇങ്ങനെ വിളിക്കാൻ? രാജേന്ദ്രൻ നായരെ അറിയോ? പേര് പറയുമ്പോ അറിയാം, ഞാൻ പ്രധാനമന്ത്രിയോ? അതല്ല, രാജേന്ദ്രൻ നായരെ അറിയോന്ന്. എടാ ഞങ്ങൾ 8 വീട്ടിൽ പിള്ളമാരുടെ പാരമ്പര്യമുള്ളവരാ. മന്ത്രിയാകാൻ യോഗ്യത ഉള്ളവരെ കല്ലുംപറമ്പ് തറവാട്ടിൽ ജനിക്കൂ. ഓ അത് ശരി, മന്ത്രിമാരുടെ തറവാടാണല്ലേ കല്ലും പറമ്പ്. നാട്ടുകാരുടെ കല്ലേറ് കൊണ്ട് വെറും പറമ്പ് കല്ലും പറമ്പായിരിക്കും അല്ലേ? എടാ അപമാനിക്കുന്നു. ഞങ്ങൾ കൊല്ലിനും കൊലയ്ക്കും അവകാശമുള്ളവരാ. അധിക പ്രസംഗം പറഞ്ഞാൽ കൊന്ന് കുഴിച്ചു മൂടും. വെറുതെ കുഴിച്ചുകൂടാനേ ഞാൻ വിശാല എന്തുമല്ല, സത്യക്രിസ്ത്യാനിയാ. പെട്ടിയിലാക്കി അടക്കം ചെയ്യണം. മൂപ്പരാര് റിപ്പർ. എന്താ കളിയാക്കുന്നു? നിന്നെ കാണിച്ചു തരാം. എന്റെ കർത്താവേ, ഈ നാട്ടിലെ ദ്രോഹികൾക്ക് ഒരു പഞ്ഞില്ലല്ലോ, പിന്നെ എന്താ ഈ പരമദ്രോഹി ഇറക്കുമതി? ഞാൻ എന്തൊരു മണ്ടനാണ്. മാന്യന്മാരെ കണ്ട മനസ്സിലാക്കാനുള്ള കഴിവില്ലാതായി പോയല്ലോ എന്റെ കർത്താവേ. സാറേ
സാറിനെ കണ്ടതിലും പരിചയപ്പെട്ടതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ വഴിക്കുവാ. സാറെ ഒന്ന് അകത്തേക്ക് വന്നാട്ടെ. സാറെ ഒന്ന് അകത്തേക്ക് വരാൻ. മാന്യന്മാരെ കണ്ട ഞാൻ സൽക്കരിക്കാതെ വിടാറില്ല. സാറേ സാറേ സാറ് ഇന്നത്തെ ദിവസം തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടല്ലോ. സാറേ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് വേണ്ടി ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ആഹാരം പാകം ചെയ്തതാണ്. അത് സാർ ഒന്ന് കഴിക്കണം. എന്റെ പൊടി സാറേ, ഒരു എതിരും സാറ് പറയരുത്. സാർ എന്റെ കൂടെ വരണം. സാറിന്റെ സാറേ കാലോടെ, സാറിന്റെ വലത്തെ കാലോടെ, സാറിന്റെ കാലോടെ. അത് തോക്കല്ലേ, കാല് പോക്ക് സാറേ, കാല് പോക്ക് മുന്നോട്ട് വെക്കി സാറേ. അങ്ങോട്ട് നടക്ക് സാറേ, അങ്ങോട്ട് നടക്കേ വേറെ മുളക്കാല് സാറേ. സാറിന്റെ കാല് മുന്നോട്ട് പോട്ടെ. നാട് തടുക്കാം, മൂട് തടുത്തൂടെ. അയ്യോ, അങ്ങനെ പറയരുത് അമ്മാവാ. മതി മതി. ഞങ്ങള് രാജേന്ദ്രനെ നല്ലവണ്ണം ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉപദേശിക്കുകയും ചെയ്യും. നിന്റെയൊക്കെ ഉപദേശത്തിന്റെ ഫലമാടാ ഇതൊക്കെ. ഞാൻ കണ്ട പെണ്ണിനെ ഇഷ്ടമല്ലാന്ന് എന്റെ മുഖത്ത് നോക്കി എന്റെ മോൻ പറയാ. കല്ലുംപറമ്പിൽ തറവാട്ടിൽ മൂത്തവരെ എതിർത്ത ഒരു പാരമ്പര്യം ഉണ്ടായിട്ടില്ല. നിങ്ങളായിട്ട് അത് ഉണ്ടാക്കി. എന്റെ പേടി അതൊന്നുമല്ല. പെണ്ണ് കാണാൻ ചെന്നിട്ട് എന്തൊക്കെയാ ഒപ്പിച്ചിരിക്കുന്നത്. ആ ഗോവിന്ദൻകുട്ടി നായരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ബന്ധമാണാ ഞങ്ങൾ തമ്മിൽ. അച്ഛാ, ഞങ്ങൾ അവിടെ ഇഷ്ടക്കേടൊന്നും കാണിച്ചില്ല. വളരെ നല്ല നിലയിലാണ് പെരുമാറിയത്. ഞാനത് വിശ്വസിക്കണം അല്ലേ? വന്ന പാടെ ഗോവിന്ദനെ കണ്ടതായിരുന്നു. നാളേക്ക് വെച്ചത് അബദ്ധമായി. നീ ഒരു കാര്യം ചെയ്യും, ഗോവിന്ദനോട് ഉടനെ അങ്ങ് വരാൻ പറയും. പ്രതാപാ, പോയി വിളിച്ചോണ്ടോ. അല്ല, നിന്നോടല്ലേ ഞാൻ പോകാൻ പറഞ്ഞത്? അയ്യോ, ഈ പാതിരായ്ക്കോ? പെരുങ്കാട്ടിലൂടെ വേണം പോകാൻ. തിക് ഫോറസ്റ്റ്, വൈൽഡ് അനിമൽസ്, ഹിപ്പോപ്പൊട്ടാമസ് ആൻഡ് ബ്ലഡ് സക്കിംഗ് അട്ടാസ്. എടാ, ഈ പറഞ്ഞവ ഒന്നും നിന്റെ അത്രയും വിഷമുള്ളതല്ല. എന്നാലും ഈ പെരുങ്കാട്ടിലൂടെ തന്നെ ഞാൻ പോകണം അല്ലേ? ഏത് നരകത്തിലൂടെ പോയാലും വേണ്ടില്ല, ഞാൻ വന്നു എന്നറിഞ്ഞാൽ അവൻ ഓടിയെത്തും. അത് ശരിയാ. പക്ഷെ എനിക്ക് വഴി അറിയില്ല. പ്രതാപനും കൂടി വന്നാ ഞാൻ പോന്നാൽ എങ്ങനെ? 1/2 മണിക്കൂറെങ്കിലും കാല് തരുമെങ്കിലേ അമ്മാവന് ഉറക്കം വരും. വീട്ടിലാകുമ്പോ അമ്മായിയുണ്ട്, ഇവിടെ ഞാനല്ലേ ഉള്ളൂ. കാര്യം ചോട്ടോ കൂടെ പാടാ. കാലിങ്ങെടുത്തെ. എത്ര ദിവസം കഴിഞ്ഞ് കാണുന്നതാ. മുന്നിൽ നിന്ന് പോകാൻ തോന്നില്ല. എന്റെ മോൻ സ്നേഹമുള്ളവനാ. ഈ 2 പിഴകളാ നിന്നെ വഴി തെറ്റിക്കുന്നത്. എടാ, ഞാനേ പോയി ഗോവിന്ദനെ വിളിച്ചോണ്ട് വാ. നേരെ വെളുത്തിട്ട് പോയാ എടാ, പോയിട്ട് വരാൻ. ഓ, പിന്നെ നോക്കി എടാ, പതുക്കെ തിരുമ. ഈശ്വര, ഒരു കാട്ടുമനുഷ്യനെ പോലും കാണുന്നില്ലല്ലോ. ദൈവമേ. വെറുതെ ആളെ പഠിപ്പിക്ക. ഒരു തമാശ വരാം. പോടാ. ദൈവമേ, രക്ഷപ്പെട്ടു. ഹലോ, കൂട്ടിന് ആളെ തേടിയിരിക്കുകയാണോ? നല്ലതാ. കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു ബോറടിയാ. 2 കൊച്ചു വർത്താനം പറയാൻ ആളെ കിട്ടുന്നില്ലോ എന്ന് കരുതി ഞാൻ നടക്കുമ്പോഴാണ് ഏട്ടനെ കണ്ടത്. എന്താ, പേടിയായിട്ടിരിക്കുകയാണോ? പേടിക്കൊന്നും വേണ്ട ഏട്ടാ, ഞാനില്ലേ കൂട്ടിന്. വാ, നമുക്ക് നടക്കാം. എന്തിനാ ഏട്ടാ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്?
കുഴിക്കകത്ത് ഭയങ്കര ചൂടാ, അതുകൊണ്ട് പുറത്തിരിക്കാന്ന് കരുതി. ഓഹോ. ഓ ഹലോ, എന്താണ് കുത്തിയിരിക്കുന്നതെന്നോ? നേരാവണ്ണമെന്ന് കുഴിച്ചിട്ടാലല്ലേ മനസമാധാനത്തോട് കിടക്കാനാവും. അവിടെ കിടന്നോ? ഇനി ദൈവം തമ്പരാൻ ചെത്ത് കിടന്നാലും ഞാൻ നോക്കില്ല, അത് വേറെ കാര്യം. അവനെന്തേ ചത്തോ? രക്ഷപ്പെട്ടു. ഈശ്വര, ഇപ്പോഴെങ്കിലും നീ എനിക്ക് ഇവനെ കാണിച്ചു തന്നല്ലോ. കളാ കൊച്ചു വിട്ടുക്കാ. ഈശ്വരനല്ല, ഞാനാണ് കാണിച്ചത്. എന്തിനാ നീ എന്റെ പിന്നാലെ നടക്കണേ ശവമേ? പോയി. നിന്റെ ബോധം ഒന്ന് തെളിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. കൊച്ചുമിട്ട് പണ്ടാതെ എന്തൊരു കട. രാമേ, കഥ തുറക്ക്, വേഗം തുറക്ക കഥകൾ. എന്ത് കാരണം കൊണ്ടാ നിങ്ങൾ വന്നിരിക്കുന്നത്? മരണമല്ലടി, ഇവൻ കാരണമാ നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടത്. ഇവന്റെ ഒടുക്കത്തെ ബോധം തെളിഞ്ഞ നമ്മുടെ കഷ്ടകാലം ഇതോടെ തീരും. നീ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ടോ, വേഗം ചെല്ലേ. എന്റെ ഭഗവാനെ, അവിടത്തെ കൃപാന്നല്ലാണ്ട് ഞാൻ എന്താ പറയാ? എന്നെ ഇട്ട് നെട്ടോട്ട് ഓടിച്ചവനെയാ അങ്ങ് കയ്യും കാലും കെട്ടി മുന്നിൽ കൊണ്ടിട്ട് നിന്നിരിക്കുന്നത്. ഭഗവാനെ, അങ്ങ് സാക്ഷാൽ ഈശ്വരൻ തന്നെ, സംശയമില്ല ഗോപാല. ഈശ്വര, ഗോപാലേഷ. എണീക്കണോ മനുഷ്യ? അയ്യോ, എന്തായി കാണിക്കുന്നേ? ഇത് ഒരു നടക്ക് ബോധം തെളിയുന്ന ലക്ഷണമില്ലല്ലോ എന്റെ ഭഗവാനെ. ഞാനൊരു കാര്യം ചെയ്യാം, പോയി വൈദ്യരെ വിളിച്ചിട്ട് വരാം. നീ ഇവനെ നോക്കിക്കോളേ. ഇവൻ കൈവിട്ടു പോയാൽ നമ്മൾ തെണ്ടിപ്പോകും. ഈശ്വര, എന്തൊക്കെയായി മനുഷ്യൻ പറയുന്നതും ചെയ്യുന്നതും? ഞാനിപ്പോ വരാം, നീ അവനെ നോക്കിക്കോളേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം സഹോദരി. ഞാൻ കണ്ണേട്ടന്റെ ഭാര്യ രാധമ്മ. എന്നുമെന്നും കണ്ണേട്ടന്റെ ഭാര്യയായിരിക്കട്ടെ. എന്റെ കണ്ണേട്ടൻ അവിടെ പോയി. വൈദ്യരെ വിളിക്കാൻ പോയതാ. എന്ത് പറ്റി? കണ്ണേട്ടനല്ല, നിങ്ങൾക്കാ. ബോധമില്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സന്തോഷം കൊണ്ട് ഞാൻ ബോധം കെട്ടുപോയി. നിങ്ങൾ മുൻപേ പരിചയമുണ്ടോ? ഉണ്ടോന്നോ? ഞങ്ങൾ ഒരമ്മ വെച്ച മക്കളെ പോലെ കഴിഞ്ഞവരാ. അപ്പോഴാ ഞങ്ങൾക്ക് നിധി കിട്ടിയത്. നിധിയോ? ആ, നിധി അധികമൊന്നുമില്ല. ഒരു ചെമ്പുകൂടത്തിൽ ഒരു 5.25 കിലോ വരും. എന്നിട്ട് അപ്പ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആളുകളെ കാണും. അതൊരിടത്ത് കുഴിച്ചിട്ടു. എന്നിട്ട് നിധി വെച്ച സ്ഥലത്തിന്റെ ഒരു ചിത്രം വരച്ച് അത് രണ്ടായിട്ട് കീറി ഒരു കഷ്ണം ഞാനും മറ്റേ കഷ്ണം കണ്ണേട്ടനും സൂക്ഷിച്ചിരിക്കുക. സൗകര്യം ഉള്ളപ്പോ ഒന്ന് എടുക്കാമല്ലോ എന്ന് കരുതി ഞങ്ങൾ ഒരു പാട്ടും പാടി 2 വഴിക്കന്ന് പിരിഞ്ഞതാ. അതിനുശേഷം ഇപ്പോഴല്ലേ കാണുന്നത്. ആ നിധി എന്തായെന്ന് പറയുന്നേ? ഏത് നിധി? ഇപ്പൊ പറഞ്ഞില്ലേ? അത് അവിടെ തന്നെ ഉണ്ട്. പോയി എടുക്കണ്ടേ? എങ്ങനെ എടുക്കാനാ? ഒരു കഷ്ണം അവന്റെയിലും മറ്റേ കഷ്ണം എന്റെയിലും അല്ലേ? രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചെങ്കിലല്ലേ നിധി എടുക്കാൻ പറ്റൂ. അപ്പോഴാണ് വൈദ്യനെ പണിക്കാൻ പോയിരിക്കുന്നത്. ആ മനുഷ്യൻ അങ്ങനെയാ, തല തിരിഞ്ഞ പണിയെ ചെയ്യൂ. ഇപ്പൊ അങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. ഒന്ന് വേഗം ചെല്ലുന്നേ. ഈ രാത്രിയിലോ? ഞാൻ പോയി വിളിക്കണം. കണ്ണേട്ട ഇങ്ങനെ വരട്ടെ. എന്തിനാ വൈകിക്കുന്നേ? ഒന്ന് വേഗം ചെല്ലുന്നേ. ശരി, എന്റെ കണ്ണേട്ടന്റെ ഭാര്യ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പോകുന്നു. പിള്ളേരല്ലേന്ന് എന്താ പറയാ എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് ചോദിച്ചു പോയതാ. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നിന്റെ മോനെ പോലെ ഒരു ചെറുക്കനെ കണ്ടു കിട്ടാൻ പ്രയാസമാണ്. ആ പ്രായത്തിൽ നമ്മൾ ചെയ്തമാതിരിയുള്ള വേലത്തരങ്ങളൊന്നും ഏതായാലും അവര് ചെയ്തിട്ടില്ല. അച്ഛനും മാമനും ചിരിച്ചു, ഞാനും ചിരിച്ചു. അല്ല, മോക്ക് രാജേന്ദ്രന് ഇഷ്ടമായോ? മഹാവികൃതിയാ. മോളെ,
മാമന് ചായ ഉണ്ടാക്കാൻ നാരായണി അമ്മോട് ചെന്നകത്ത് പോയി പറയും. നാരായണമേ, ഓ. ചായ ഉണ്ടാക്കൂ. കല്യാണം കഴിഞ്ഞാൽ ഈ കുട്ടികളി മാറുമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഞാനും ആ വിശ്വാസത്തിലാ. എപ്പോഴാ എന്റെ കല്യാണം? രാജേട്ടനോട് എന്നെ വേഗം കേട്ടാൻ പറ മാമ. പറയില്ലേ? പറ. പറയാം 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 മോളെ. മോഹം നീ കാമകലേ, ദാഹം നീ സോമലതേ. നീയൻ കണ്ണിൻ പീയൂഷം, നീയൻ ഉള്ളിൻ സായുജ്യം. നീയൻ കണ്ണിൻ പീയൂഷം, നീയൻ ഉള്ളിൻ സായുജ്യം. മോഹം നീ കാമതലേ, ദാഹം നീ സോമലതേ. നീയൻ കണ്ണിൻ പീയൂഷം, നീയൻ ഉള്ളിൻ സായുജ്യം. വിണ്ണിൻ കരങ്ങൾ മണ്ണിൻ മാറിൽ, മഞ്ഞിൻ സുമങ്ങൾ മാറി തൂകി. വിണ്ണിൻ കരങ്ങൾ മണ്ണിൻ മാറിൽ, മഞ്ഞിൻ സുമങ്ങൾ മാറി തൂകി. ഒരു കുളിരിൽ നിന്നെഞ്ചിൻ താപം അറിയാൻ അനുമതി തന്നാലും, ഒരു കുളിരിൽ നിന്നെഞ്ചിൻ താപം അറിയാൻ അനുമതി തന്നാലും, നീയാലോലം നിന്നിൽ നീരാടാ. മോഹം നീ കാമകലേ, ദാഹം നീ സോമലതേ. മെല്ലെ നഖങ്ങൾ കൊണ്ടു പൂപ്പോ നുള്ളി വിരിക്കുന്നു ഞാൻ നിന്നെ. മെല്ലെ നഖങ്ങൾ കൊണ്ട് പൂപ്പോ നുള്ളി വിരിക്കുന്നു ഞാൻ നിന്നെ. ഇതളണിയും നിന്നെയിൻ വർണ്ണം കവരാൻ അനുമതി തന്നാലും നീ, ഇതളണിയും നിന്നെയിൻ വർണ്ണം കവരാൻ അനുമതി തന്നാലും നീ. താലോളം നിന്നെ താരാട്ടാൻ മോഹം നീ കാമകലേ, ദാഹം നീ സോമലതേ. നീയൻ കണ്ണിൻ പീയൂഷം, നീയൻ ഉള്ളിൻ സായുജ്യം. നീയൻ കണ്ണിൻ പീയൂഷം, നീയൻ ഉള്ളിൻ സായുജ്യം. മോഹം നീ കാമകലേ, ദാഹം നീ സോമലതേ.
ഞാൻ നമ്മുടെ പഴയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കാറുണ്ട്. ആദ്യമായിട്ട് നിന്നെ കണ്ടതും നീ ചൂടായത്. ഇപ്പൊ അതല്ല ഒരു തമാശ. രാജേട്ടാ എന്താ ഇത്? രാജേട്ടൻ കിടക്കണമെങ്കിൽ ഞാൻ ഇരുന്നില്ലേ? എന്തിനാ കണ്ട പെൺകുട്ടികളുടെ മടിയിലൊക്കെ കിടക്കുന്നത്? അതിപ്പോ നീ പോയിക്കോ, രാജേട്ടൻ എന്റെ മടി കിടന്നോളൂ. വാ. ഇപ്പൊ വയ്ക്കോ. ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അന്ന് പുഴക്കരയെ വെച്ച് ചെയ്ത കാര്യങ്ങൾ എല്ലാരോടും പറയും. ഈശ്വരനൊന്നും വിളിക്കണ്ട. നാടാകെ പ്രേം ചേർന്ന ഈ അബദ്ധം പറ്റും. ഇപ്പോഴെങ്കിലും മനസ്സിലായത് ഭാഗ്യം. കള്ളൻ. എടീ, നീ ആരാടി എന്റെ രാജേട്ടനെ ചീത്ത വിളിക്കാൻ? ശാന്തി ഒന്ന് അടങ്ങ്. രാജി പ്ലീസ് വയ്ക്കോ, വയ്ക്കോ. എനിക്കൊന്നും കേൾക്കണ്ട. എന്നാലും എന്നോട് ഈ ചതിവ് വേണ്ടായിരുന്നു. നിനക്ക് ശാന്തി എന്ന് പേരിട്ടവരാണെന്നല്ല നാശം. വാ ചേട്ടാ, ഇരുന്നില്ലേ ഞാൻ പറഞ്ഞു കൊടുക്കും. കിടക്ക്. അയ്യോ. ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഞാനില്ല. നിന്റെ കല്യാണം കഴിയുന്നത് വരെ ആ വട്ട് പിന്നെ ഞാൻ പ്രേമിക്കണമെന്ന്. വേണ്ട വേണ്ട, കളി കാര്യമായാലേ എനിക്ക് ആ കൂടെ ഒരു ജീവിതമേ ഉള്ളൂ. അത് വെച്ച് പന്താടാൻ ഞാൻ തയ്യാറല്ല. ഏതായാലും കല്ലുപറമ്പിൽ വാർഡിന്റെ പ്രശ്നമല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കാം. ദാ സംഗതി പറഞ്ഞാ നീ തന്നെ രണ്ടിനെയും കെട്ടേണ്ടി വരും. തളർന്നു. അതിശയം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് എവിടെ? അതിശയം ഇവിടെ തന്നെ ഉണ്ട്. എങ്കിൽ വേഗം കാണിച്ചതാ. അതങ്ങനെ പെട്ടെന്ന് കാണിച്ചു തരാൻ ഒക്കത്തില്ല. ആദ്യം എന്താണെന്ന് പറയാം. എന്താ? ശരിക്കും സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഒന്ന് ഉറക്കെ ഐ ലവ് യു എന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ഐ ലവ് യു എന്ന് വെച്ചാൽ എന്താ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ രാജേട്ടനെ സ്നേഹിക്കുന്നത്. അതാ കുഴപ്പം. ആരാരെ സ്നേഹിക്കണമെന്നുള്ളത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. ഞാനാ നിന്നെ സ്നേഹിക്കുന്നതെങ്കിൽ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ ദൈവം അതേറ്റ് പറയും. സത്യം? ആ, അങ്ങനെ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു പറഞ്ഞവനെ പെണ്ണ് സ്നേഹിച്ചോളണം. ഞാൻ സ്നേഹിച്ചോളാം. എനിക്ക് അതിശയം കാണിച്ചാൽ മതി. ആണേ, ഇവിടെ മതി. തോണി തോണി I love you. I love you. I love you. എന്നെ കളിപ്പിക്കുകയായിരുന്നല്ലേ? ദുഷ്ട. വഴിയിറക്കാൻ പറ്റില്ലല്ലേ? എടാ, ആ പെണ്ണ് വലിയ സഹിക്കാം. ഇതുവരെ കല്ലുപ്പറമ്പിൽ തറവാട്ടിലാരും ആണിങ്ങനെ വലിയ കൊണ്ടിട്ടില്ല. നിന്നോട് ഞാൻ ഇത് പ്രതികാരം വിട്ടു. എന്തിനാ നീട്ടിവെക്കുന്നത്? ഇപ്പൊ തന്നെ ആകാം. മനസ്സില്ല, എനിക്കിഷ്ടമാണ് അപ്പൊ തല്ലിക്ക്. കൂലിക്കാളെ വിട്ട് തല്ലിച്ച പാരമ്പര്യമാ കല്ലുപ്പറമ്പിൽ തറവാട്ടിലുള്ളത്. എങ്കിൽ ആളെയും കൂട്ടി പോരെ. കാണാം. കാണാം. എവിടെ കാണും? സന്ധി വരെ പുറപ്പെടുവിൽ കാണും. കാണാം. കാണാം. വരൂ. എന്നെ തന്നെ ഓടിയോ വേഗം വേഗം വേഗം
ഭ്രാന്ത് കൊണ്ട് വന്നിരിക്കണം അവരുടെ അമ്മയുടെ. ഇതെന്റെ തലനാടിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അവന്മാരെ രണ്ട് തല്ലാതെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അമ്മാവൻ എന്നെ കൊല്ലും. ക്യാഷ് എത്ര വേണമെങ്കിലും ചെലവാക്കാം. അടയാളം പറയൂ. അടയാളം ഒന്നും പ്രശ്നമല്ല ആശാനെ. അവന്മാരെ പുഴക്കരെ കാത്തിരിക്കുന്നുണ്ടാവും. ആശാൻ ആളയച്ചാൽ മാത്രം മതി. വല്ലാതെ വേർക്കുന്നു. നമുക്ക് അരുവി പോയി കുളിച്ചേച്ചു പോ. അയ്യോ ഞാനില്ല. ഒരിക്കൽ കുളിച്ചതിന്റെ തണുപ്പാ ഇപ്പൊ ഓടി ചൂടാക്കുന്നത്. എങ്കിൽ നീ നടന്നു ആ തോർത്തിങ്ങട് ഞാൻ കുളിച്ചേച്ചു. രാജേന്ദ്ര കുളിക്കാനായിരിക്കും അല്ലേ? അല്ല, ഒന്ന് ഷേവ് ചെയ്യാന്ന് കരുതി. പറഞ്ഞു വിട്ട ആൾക്കാരാണെന്നാ തോന്നുന്നു. വടിയും വെട്ടുകത്തിയുമായിട്ടാ വരുന്നത്. നമുക്ക് മുങ്ങാം. എന്തോ പറ്റി? ഒന്നുമില്ല, ഇപ്പൊ വരാം. അതേ അറിയാം. നേരെ അടിക്കാം. എന്താ കാര്യം? ഇങ്ങോട്ട് തന്നെ. രണ്ടാമത്തെ ആൾ ഇവനാ. അയ്യോ അടിച്ചോളെ. നമുക്കൊന്ന് കുളിക്കാം. നിന്റെ ഈ കുളിയാണ് എല്ലാത്തിനും കുഴപ്പം. മേലാ നീ കുളിക്കണ്ടവാ.
അച്ഛൻ എങ്ങോട്ടാ? വേട്ടയ്ക്ക്. ഒറ്റയ്ക്കോ? അല്ല, നിന്റെ അമ്മായിയപ്പന്റെ കൂടെ. എന്റെ അമ്മായിയപ്പനോ? എടാ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛൻ അമ്മായിയപ്പൻ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുക? ഞാൻ പറഞ്ഞത് ശാന്തിയുടെ അച്ഛന്റെ കാര്യമാണ്. ആ ശാന്തി പെണ്ണിന് കിറുക്കാണ്. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? എടാ, കല്യാണം കഴിഞ്ഞാൽ ഭ്രാന്ത് മാറുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഡോക്ടർമാർക്ക് ഏതായാലും നിന്നേക്കാൾ വിവരമുണ്ടല്ലോ. ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരൂ. വന്നാൽ ഉടനെ തന്നെ കല്യാണ തീയതി നിശ്ചയിക്കും. എങ്കിൽ പിന്നെ അച്ഛൻ കെട്ടിയാ മതി. എന്ത് പറഞ്ഞടാ? എനിക്ക് ചില അവകാശങ്ങളില്ല അച്ഛാ. ഞാനൊരു പുരുഷനല്ലേ? ഞാൻ പിന്നെ എന്തുവാടാ? പുരുഷനായതുകൊണ്ടല്ലേ നിന്റെ അച്ഛനായത്. സംശയമുണ്ടെങ്കിൽ നിന്റെ അമ്മയോട് ചോദിച്ചു നോക്ക്. എന്ത് പറഞ്ഞാലും ഞാൻ ഈ കല്യാണത്തിന് നിന്ന് തരില്ല. എനിക്ക് എന്റേതായ വഴിയുണ്ട്. എടാ, ആ വഴി പോയാൽ നീ ചുടുകാട്ടിലായിരിക്കും എത്തുക. അല്ലെങ്കിൽ ഞാൻ എത്തിക്കും. കല്ലുംപറമ്പിൽ തറവാട്ടുകാർക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ. ഞാൻ ജീവനോടുകൂടി തിരിച്ചു വന്നാൽ ഈ കല്യാണം ഞാൻ നടത്തും. രാജേന്ദ്ര 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 കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവാ. കൂൾ ഡ്രിങ്ക്സ് ചായ. കടിക്കാനൊന്നും വേണ്ട, കുടിക്കാൻ മതി. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ പ്ലീസ്. അടിയാണ് ശിക്ഷയെങ്കിൽ ആയിക്കൊള്ളൂ. പക്ഷേ വിചാരണ കഴിഞ്ഞിട്ട് പോരെ? എനിക്ക് പറയാനുള്ള മുഴുവൻ രാജി കേൾക്കണം. കേട്ടേ പറ്റൂ. എന്തുകൊണ്ട് എന്നോട് ഈ കഥകളൊന്നും നേരത്തെ പറഞ്ഞില്ല? എനിക്ക് എന്നോട് തന്നെ പറയാൻ പേടിയാ, പിന്നെങ്ങനാ നിന്നോട്? ഏതായാലും ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ. ഇനി അതിലും വലിയ അപകടം വേറെ കിടക്കുന്നു. എന്റെ തന്തപ്പടി കല്ലുംപറമ്പിൽ നാരായണൻ നായർ ആ പ്രാന്തി പെണ്ണിനെ എന്നെ കൊണ്ട് കെട്ടിക്കാൻ വാർ ഡിക്ലെയർ ചെയ്തിരിക്കുക. എന്നെ കൊണ്ട് ഈ ജന്മം അതിന് പറ്റില്ല. മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഞാൻ രാജേട്ടനെ സമ്മതിച്ചിട്ട് വേണ്ടേ? അല്ല, അന്ന് ശവം കൊണ്ടുവന്നത് കണ്ട ആളാ. എന്നെ കണ്ടാ മനസ്സിലാവും. രാജേട്ടാ, രാജേട്ടാ! രാജിയോ? ചേട്ടനെ കണ്ടിട്ട് രാജേട്ടന് ഒറ്റ ഓട്ടമാ. രാജേട്ടനോ? ആരാ മോളേത്? അത് ഇപ്പൊ ഒരാൾ ഓടിപ്പോയി ചേട്ടൻ കണ്ടില്ലേ? സോറി. വരും, നമുക്ക് പോവാം. ഹായ്. എവിടെ? മോളെ, അമ്മാവനാ വെടിവെച്ചത്. ഉന്നം വെച്ച ഒരൊറ്റ കാച്ച്. ദുഷ്ടൻ. മുയല് പാവല്ലേ? മോളെ, പാവപ്പെട്ട മൃഗങ്ങളെ മനുഷ്യൻ വേട്ടയാടാറുണ്ട്. ഉപദ്രവിക്കാത്തവരെ കൊന്നു തിന്നും. ക്രൂര മൃഗങ്ങളെ വെറുതെ വിടും. കൊന്നാ പാവം, തിന്ന അപ്പ തീരുവന്നല്ലേ. ഒന്നിനെ കറി വെച്ചോ, ഒന്നിനെ വറുത്തോ. ഇനിയിപ്പോ പോണ്ട, നമുക്ക് ഇതിനെല്ലാം ഒന്ന് ശരിപ്പെടുത്തി ഒരു സ്മോൾ അടിച്ച് ഇവിടെ കൂടാ. മോളെ ഇറങ്ങിയെടുത്തേ. നിർത്തണം. ഒരു കൊലയാളി ഇവിടെ രക്ഷപ്പെട്ടിരിക്കുന്ന ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കാറൊന്ന് പരിശോധിക്കണം. പുള്ളി ഇത് തന്നെ സാറേ, വേഷം കണ്ടില്ലേ? കാറിന്റെ നിറവും കറക്റ്റാ. എന്താ പറഞ്ഞത്? നോൺസെൻസ്. ഞാൻ കൊലയാളിയാണെന്ന്. ഞാൻ ആരാണെന്ന് അറിയാമോ? കല്ലുംപറമ്പിൽ നാരായണൻകുട്ടി മേനോൻ. ഡു യു നോ കോൺസ്റ്റബിൾ? യു ഷട്ട് അപ്പ്. ചെക്ക് ചെയ്യൂ. മിസ്റ്റർ, യു ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങൾക്ക് ആളെ തെറ്റിയിരിക്കാം. ഐ ആം കല്ലുംപറമ്പിൽ നാരായണ മേനോൻ. ആ തോക്കും കുന്തവും കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ കൊലയാളിയാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാ. ആ കാറിൽ ചോരക്കറയുണ്ട്. അയ്യോ, അത് ഞാൻ വേട്ടയ്ക്ക് പോയതാ.
ഞങ്ങൾ കാലത്ത് മുതലേ വേട്ട തന്നെയാ. നിന്നെ കയറാൻ വേണ്ടി. അയ്യോ എന്റെ പൊന്നു സാറേ, ഞാൻ അന്തസ്സുള്ള തറവാട്ടി പിറന്നവനാ. ആ എന്നെ റോട്ടിലും കാട്ടിലും വെച്ച് അവമാനിക്കരുത്. ഞാനിവിടെ എന്റെ മോനെ കാണാൻ വേണ്ടി വന്നതാ. അപ്പൊ രസത്തിന് ഹണ്ടിങ് ഒന്നാകാമെന്ന് വെച്ചു. മോൻ ഇവിടെയോ? അതെ, എസ്റ്റേറ്റ് മാനേജർ രാജേന്ദ്രൻ. ഏതായാലും താൻ കസ്റ്റഡിയിലിരി. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. നടക്കും. പത്രത്തിൽ ചരമവാർത്തകളല്ലാതെ ശവത്തിനെ പറ്റി ഒന്നും കാണുന്നില്ലല്ലോ. അത് പോലീസുകാരുടെ അടവാ. ചിലപ്പോഴൊക്കെ അവരുടെ നീക്കങ്ങൾ രഹസ്യമാക്കി വെക്കും, പ്രതികൾ വഴുതി പോകാതിരിക്കാൻ. അപ്പൊ പോലീസ് നമ്മളെ രഹസ്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. എന്റെ ഈശ്വര, രാജേന്ദ്രൻ നായരുടെ വീട് തന്നെ. എന്ത് ചോദിച്ചു കേട്ടില്ലേ? രാജേന്ദ്രന്റെ അച്ഛനെന്ന് പറയുന്ന ഒരാളെ സംശയിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുക. സ്റ്റേഷനിലുണ്ട്. ഇവിടെ അങ്ങനെ ഒരാളില്ല. നാരായണൻ നായർ എന്നാ പേര് പറഞ്ഞത്. ഞങ്ങൾക്ക് അല്ല, എനിക്ക് അങ്ങനെ അച്ഛനില്ല നേരത്തെ പറഞ്ഞില്ലേ? ഓഹോ, ശരി. നമ്മളെ സ്റ്റേഷനിലെത്തിക്കാനുള്ള ട്രിക്കാ. ചിലപ്പോ നേരായിരിക്കുമോ ഞാനീ? അങ്ങനെ അറസ്റ്റ് നടന്നിട്ടുണ്ടോന്ന് പ്രധാനൊന്ന് പോയി അന്വേഷിച്ചാലോ? ഞാനോ? ആ, ഞാൻ തന്നെ പോണോ? അല്പം തീ വേണമായിരുന്നു. തീയെ നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വല്ലതും കേട്ടോ? ആരെങ്കിലും അറസ്റ്റ് ചെയ്തെന്നോ? പോലീസ് എന്തെങ്കിലും പ്രശ്നം? എന്തോന്ന്? ഹലോ, എന്റെ സിഗരറ്റ്. ഞാൻ തരാം. എവിടെയാ തല്ലിന്റെ കാശ്? കാശോ? എന്നെ തല്ലിന് ഞാൻ കാശ് അങ്ങോട്ട് തരണം. തിരിച്ചിരണ്ടെണ്ണം തരികയോ വേണ്ടത്? തല്ലാൻ ഏൽപ്പിച്ച നീ എന്തിനാ അവിടെ വന്നത്? തല്ലുകൊണ്ടത് ആർക്കായാലും കൂലി ഞങ്ങൾക്ക് കിട്ടണം. കാശ് തരാതെ ഞാൻ വിടില്ല. പഴയതുപോലെ അല്ല, ഞങ്ങൾക്കും യൂണിയൻ ഉണ്ട്. അംഗം വെട്ടി ഞങ്ങൾ വാങ്ങിക്കും. തമാശ പറയാമെന്ന് വിടാശാനെ ആളുകൾ കാണും. നിൽക്കണവിടെ. കാശ് തരാതെ വിടുന്ന പ്രശ്നമില്ല. ആശാനെ, കല്ലൂപ്പറമ്പിൽ തറവാട്ടുകാരെ മാറി നിന്നവരെ ആരും കൈവച്ചിട്ടില്ല. തറവാടോ? തറവാടിന്റെ ഗുണമാണോ നീ കാണിച്ചത്? എരപ്പേ. ആശാനെ, വേണമെങ്കിൽ ഞാൻ തല്ലിക്കും. തറവാടിനെ പറയും. പറഞ്ഞാൽ എന്ത് ചെയ്യും? അംഗം കല്ലൂപ്പറമ്പിൽ തറവാടിന്റെ മാനം കാക്കാൻ ഈ പ്രതാപൻ നായർ ഇതാ അംഗം കുറിക്കുന്നു. എന്റെ അമ്മാവനാണ്. മരിച്ചുപോയ ഗുരു കാരണവന്മാരാണ്. നേരും നിറയും കാക്കാൻ ഞങ്ങൾ മരിക്കും വരെ അംഗം വെട്ടും. ഇത് സത്യം, സത്യം, സത്യം. പോടെ. അംഗം കുറിച്ചിരിക്കുക. തറവാടിന് മാനം കാക്കണ്ടേ? ദിവസം എക്സസൈസ് എടുക്കണം. കുതിരയുണ്ടോ? അതൊക്കെ സിനിമയിൽ നടക്കാൻ പാടില്ല. ഒറിജിനൽ നടക്കാൻ പാടില്ല. ഒന്നുമില്ല. വാ, ഞാനേ തിത്തോങ്കിലും പോകും. അതല്ലേ. ഇതിന് 5 ലിറ്റർ പാല് കുടിപ്പിച്ചിട്ട് വേണം കുറക്കാൻ. 1 ലിറ്റർ കിട്ടും. എങ്ങോട്ടാണാവോ സാറുമാർ ഇത്ര ധൃതി പിടിച്ച് ഓടുന്നത്? അയ്യോ, ഒന്ന് നിന്ന് നോക്ക്. കാര്യമായിട്ടാ പോക്ക്. എന്തെങ്കിലും കുഴപ്പം കാണും. ഈ ഒരു കാര്യം ഇത് പിടിച്ച് നീ ഇതിന് കറക്കി ഞാനിപ്പോ വരാം. സാറേ, അതെ അതെ അതെ, എടാ ഭർത്താവിനടുത്ത് എന്താണ് വായിൽ നോക്കിയിരിക്കും? നമ്മൾ സാറുമാർ ഓടുന്നുണ്ടോ? ഒന്ന് എഴുന്നേൽക്ക്, നമ്മൾ പോയി നോക്കി വരാം. സാറേ, അവിടെ നിന്ന് അവിടെ നിൽക്കാൻ കുഴപ്പമില്ല. പക്ഷെ എന്നെ കാണാൻ എനിക്ക് കടയിൽ പോകേണ്ട ആവശ്യമുണ്ട്. സാറേ, അതാ ചായക്കടക്കാരനാ. വേറെ എന്തോ ആണ് കാര്യം. നമുക്ക് നിക്കാം. സാറേ, നമുക്ക് ഒന്നിച്ച് നേരിടാം. നിൽക്കണേ സാറേ. എങ്ങോട്ടാ 3 സാറന്മാർ ഓടുന്നത്? സാറേ, വല്ല കമ്പി സാറേ. ഞങ്ങൾ എക്സർസൈസ് എടുക്കാൻ പോവാ. എന്നോടൊരു വാക്ക് പറഞ്ഞ ഞാനത് എടുത്തോണ്ട് തരുന്നു സാറേ. എന്താ എക്സർസൈസ്? അയ്യോ, ഓടിയടാ. നീ എന്താണ് കറി വെച്ചിരിക്കുന്നത്? എന്താ എന്നിട്ട് ഓട്ടുക? എങ്ങോട്ടാണ് ഓടുന്നത് നിങ്ങള്?
നമ്മൾ പേടിച്ച ശരിയാ. അവൻ പോലീസിനോട് എല്ലാം പറഞ്ഞാണ്. വിലാസം അറിയാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് നടക്കുക. അവൻ CID ആണെന്നാണ് എന്റെ ബലമായ സംശയം. ആ കണ്ണട കണ്ടാലറിയാം. എന്തായാലും അവൻ നമ്മളെ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവനെ നമുക്ക് തട്ടിക്കളയാം. അയ്യോ കൊല്ലാനോ? ആ തെളിവ് നശിപ്പിക്കുക. ഏതെങ്കിലും കൊക്കയിലോട്ട് എറിഞ്ഞാ മതി. വിവരമുള്ള പോലീസുകാർ അപകട മരണമാണെന്ന് കരുതിക്കൊള്ളു. ആദ്യം ആ ശാന്തിയെ കൊല്ലണം. അവള് ശവം കണ്ടല്ലേ? അവളെയും കൊല്ലണം. ഇപ്പൊ കിട്ടിയ സന്ദർഭം നമുക്ക് കളയണ്ട. ആരും കാണാനില്ല. പോയി മനോഹരമായിട്ട് കൊന്നിച്ചു പോ. ഞാൻ എന്റെ അല്ല അല്ല, പിന്നെ ഈ 3 പേര് പോയാലേ മോളെ പോവും. പിന്നെ എന്റെ ബുദ്ധിയും നിങ്ങളുടെ ശക്തിയും മതി. നിങ്ങളുടെ ബുദ്ധിയും എന്റെ ശക്തിയുമായാല് ഈ 3D പടം പോലെ ഇരിക്കും. ഇങ്ങോട്ട് വരണ പോലെ ഇരിക്കും, പക്ഷെ വരില്ല. ഇറങ്ങി കവിത നോക്കും പെട്ടെന്ന്. ഞാനല്ല, ദൈവത്തിനാണ് ഞാനല്ല. അത് ഞാനല്ല നടന്നു വന്നപ്പോ ഇങ്ങനെ വീണു പോയതാ. ഞാൻ കണ്ണ് കാണില്ലേ? ഇല്ല. അപ്പൊ ഇതിനു മുമ്പ് ഞങ്ങളെ കണ്ടിട്ടേ ഇല്ലേ? കാഴ്ചയില്ലാതെ എങ്ങനെ കാണാം? ഈ മഹാഭാവി നമ്മളെ ഇട്ട് ഓട്ടിച്ച ഓട്ടം എന്ത്? എന്താ കാര്യം? ഒന്നുമില്ല, ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ല. എങ്കിലും പരിചയപ്പെടാലോ. ഞാൻ ഇവിടുത്തെ രാജീവ് എസ്റ്റേറ്റിലെ പാർട്ട്ണറാണ്. ദൈവമേ, ഞാൻ രാജേന്ദ്രൻ. രാജേന്ദ്രൻ? രാജി പറയാറുള്ള? അതെ അതെ. രാജി എന്നോടെല്ലാം പറയാറുണ്ട്. ഇല്ല, ഓഫ് കോഴ്സ്, എവറിത്തിങ്. വരൂ. താങ്ക് യു. വരൂ. നീ വന്നാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇത് കണ്ടോ, കുരിശ് 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 കണ്ടാൽ നീ എന്റെ അപ്പം പ്രേതം നിൽക്കുമെന്ന് എനിക്കറിയാം. മനസ്സിലായില്ല. മനസ്സിലായില്ലേ? മനസ്സിലാവുമെങ്കിൽ ഇടയ്ക്കൊക്കെ സിനിമ കാണണം. ഡ്രാക്കുള കണ്ടിട്ടില്ലേ? എക്സോർസിസ്റ്റ്, ഭയമാണ് തമ്പാൻ. കുരിശ് കണ്ടാൽ പ്രേതങ്ങൾ പറവടക്കും. അതാ നിയമം. അത് ക്രിസ്ത്യൻ പ്രേതം, ഇത് ഹിന്ദുവാണ്, വിശാല ഹിന്ദു. മന്ത്രം വല്ലതും അറിയുമെങ്കിൽ പറ, എന്നാ ഞാൻ പേടിച്ചോളാം. അറിയോ? എന്നാ പോയിക്കോ, ഞാനും പോകുന്നു. എന്ത് പ്രേതം? പ്രേതങ്ങൾക്കുണ്ടോ ജാതി മതം? മയപ്പോ ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ. മരുമകനാണെങ്കിലും ഞാനൊരു മനുഷ്യനാണ്. എന്നെങ്കിലും മനതൃപ്തിയോടുകൂടി ഒരു കുപ്പി കള്ളു കുടിക്കാനുള്ള കാശ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു സത്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ഫോട്ടോ ഇവിടെ തൂങ്ങില്ലെന്ന് മാത്രമല്ല, അതിനെ അടിച്ച് പൊളിച്ച് തീ കിട്ടിയാൽ ചുട്ടോളൂ. എടി പറയേ എന്തോ മാടി എടി പറയാ എടി എന്നിട്ട് അപ്പനോട് പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞ ചെയ്യുന്ന ആളാണ്. ഇവിടെ താണി. അപ്പന്റെ ആകെയുള്ളൊരു ഫോട്ടോയാ. ഇനി എന്താ ചെയ്യാ? എന്റെ ഗോവിന്ദ, നീയും കൂടി ഇവിടെ ഇല്ലെങ്കിൽ എന്റെ ഗതി എന്താവും? ഞാൻ അഴി എണ്ണുന്നുണ്ടാവും. ഞാൻ അവന്റെ അച്ഛനല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല. അവൻ അച്ഛനേ ഇല്ലെന്നല്ലേ അവൻ പറഞ്ഞു. ഏയ്, പോലീസുകാർ നുണ പറഞ്ഞതാവും. തല്ലിയും കുത്തിയും സത്യം ഉണ്ടാക്കുന്ന വകുപ്പല്ലേ. എന്റെ മകനെ എനിക്കറിയാവുന്നിടത്തോളം തനിക്കറിയാവോ? അവൻ അതും പറയും, അതിന്റെ അപ്പുറം പറയും.
കൂടെയുള്ള അനന്തരവനാണെങ്കിൽ അതിലും കേമൻ. കൃഷ്ണചരിതം പഠിക്കാൻ അയച്ചാൽ അമ്മ അവനെ കൊല്ലാതെ അവൻ അറിയും. ലാസ്റ്റ് വാണിംഗ് കൊടുത്താണ് ഞാൻ വേട്ടയ്ക്ക് പോകുന്നത്. 2 ദിവസത്തിനകം കല്യാണ കാര്യം തീരുമാനിക്കണം, അല്ലെങ്കിൽ എല്ലാത്തിനും കൊല്ലുമെന്ന് പറഞ്ഞു. എങ്കിൽ 2 ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് അവന്മാർ തീരുമാനിച്ചു കാണും. അപ്പൊ നാരായണ, മോനി കല്യാണത്തിന് ഇഷ്ടമല്ലേ? അത് ഇഷ്ടമല്ലെങ്കിൽ പറയേ. പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ ജാമ്യം ഇപ്പൊ ഞാൻ പിൻവലിക്കും. എന്റെ ഗോവിന്ദ, നമ്മുടെ സൗകര്യത്തിന് നടക്കാനാണ് മക്കളെ ജനിപ്പിക്കുന്നതും വളർത്തുന്നതും. അവരതിന് എതിർ നിന്നാൽ തന്തയുടെ സ്ഥാനം ഞാൻ മറക്കും. നീ കയറി, ഇന്ന് നമുക്ക് രണ്ടാളും തീരുമാനിക്കാം. വാ. എന്നാലും നീ നിന്റെ അമ്മയെ പറയിപ്പിച്ചല്ലോടാ. എന്റെ അച്ഛനാണ് സത്യം. പോലീസുകാരോട് വന്നിട്ടുമില്ല, ഞങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. അറിഞ്ഞാലും നീ വരില്ലെന്ന് എനിക്കറിയാം. ഞാൻ ജയിലിൽ കിടന്നാൽ നിനക്ക് തോന്നിയതെല്ലാം ചെയ്യാം. തോന്നിയ പെണ്ണിനെ കെട്ടാം, തോന്നിയ വിധത്തിൽ സിഗരറ്റ് വലിക്കാം, തോന്നിയ വിധത്തിൽ കുടിക്കാം, തോന്നിയവാസികൾ മുഴുവൻ. കണ്ടവേ എടാ, എന്നെ അങ്ങനെ തോൽപ്പിക്കാൻ നോക്കണ്ട. ഞാൻ തോൽക്കൂല. നാളെ രാവിലെ നിന്റെ കല്യാണം നിശ്ചയം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. തീരുമാനിച്ചു. എന്തു വന്നാലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. അച്ഛ, എന്റെ ജീവിതം നശിപ്പിച്ചു പോരെ? ഇനി എന്റെ അനിയത്തെ കൂടി. നിന്റെ ജീവിതം നീയായിട്ട് നശിപ്പിച്ചതല്ലേ, അതിന് എന്നെ പഴി പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു മാനേജറെ മരുവാനാക്കാനുള്ള ധൈര്യം എനിക്കില്ല. ആ സ്ഥാനത്തിന് എന്താണ് അച്ഛ ഒരു കുഴപ്പം? എടാ, ഞാനൊരു മാനേജറായിട്ടാണ് ഇവിടെ വന്നതും നിന്റെ അമ്മയെ പ്രേമിച്ചതും. അവളുടെ അച്ഛനെ എതിർത്ത് കല്യാണം കഴിച്ച ശേഷം ഞാൻ ആദ്യമായി ചെയ്തത് എന്താണെന്നറിയോ? ഈ എസ്റ്റേറ്റ് സ്വന്തമാക്കാൻ ഞാൻ എന്റെ അമ്മായി അപ്പനെതിരെ കേസ് കൊടുത്തു. ഞാൻ ജയിക്കുകയും ചെയ്തു. അതും രാജിയുടെ കല്യാണവുമായി എന്താ ബന്ധം? ഇവനും ഒരു മാനേജരാ. കല്യാണം കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യുന്നത് ഈ എസ്റ്റേറ്റ് സ്വന്തമാക്കാൻ ശ്രമിക്കുകയാവും. അറിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കുടി തോട്ടണോടാ. എല്ലാവരും അച്ഛനെ പോലെ ആകണം. ഞാൻ ഏതായാലും എന്റെ അനിയത്തിയോടെ നിൽക്കും. എനിക്ക് നഷ്ടപ്പെട്ട വെളിച്ചം എന്റെ അനിയത്തിക്ക് നഷ്ടപ്പെടാൻ ഒരിക്കലും ഇടയാകരുത്. കണ്ണുപൊട്ടിയ നിനക്കേ വേണം പറയാൻ സഹായം, എന്നിട്ട് അനുജത്തെ സഹായിക്കാൻ നടക്കണം. ചേട്ടാ, മേലാനെ ഈ വീടിന്റെ പണി ഇറങ്ങിപ്പോകരുത്. അവളുടെ ഒരു പ്രേമം. വാടിവിടെ. എന്റെ കൈ പറയുന്നേ. വാങ്ങിച്ചു കൊടുക്കുക. അതുകൊണ്ട് പക്ഷെ കാശ് കൊടുത്ത് വെച്ച സാധനം ഛർദ്ദിക്കാൻ പാടില്ല. അതുവരെ കുടിച്ചോ. എന്താ വേണ്ടത്? തെങ്ങ് പനയോ? ഒരു പന, ഒരു തെങ്ങ്, ഒരു പ്ലാവ്, ഒരു പ്ലാവ്, ഒരു മാവ്. അയ്യ, ഈ പനയും തെങ്ങും കൊണ്ടുവരുന്ന ആരാന്നറിയോ? കവുങ്ങ്. എന്താണ് ഈ സാറുമാരൊക്കെ നിന്നെ കാണുമ്പോ ഓടുന്നത്? ചേട്ട പറയുന്നത് അതൊരു നീണ്ട വലിയ കഥയാ. അത് പറഞ്ഞ നീ കരഞ്ഞു. നീ അങ്ങനെ നീട്ടണ്ട, ഒന്ന് കുറുക്ക്. അതായത് നീ പറ, ഒരുപാട് നാളെടാ മനസ്സറിഞ്ഞൊന്ന് കരഞ്ഞിട്ട്. അത് പറയണമെങ്കിൽ ഈ കള്ള് പോരാ. അതിന് ധൈര്യത്തിന്റെ റിക്കുമത്ത് കിട്ടണമെങ്കിൽ ഈ ഷാപ്പിലെ കള്ള് മുഴുവനും കുടിക്കണം. എന്റെ പറയുന്നത് നീ ഒരു കാര്യം ചെയ്യും, ഒരു 4 കുപ്പി തെങ്ങും കൂടെ പറയേ നിന്റെ ചെലവില്. എന്നാ നടക്കാൻ വയ്യല്ലോ ഭർത്താവേ, എനിക്ക് കടക്കാൻ വയ്യല്ലോ, ചാടാനും വയ്യല്ലോ ഭർത്താവേ. മറിയേ, മറിയേ, എടാ അമ്മായിയപ്പ,
തെണ്ടി ഫാദറിലോ ബ്ലഡി 4 തെറി കേട്ടപ്പോ കണ്ണു തുറന്നല്ലേ. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, കോഴ്സിലായാലും ഞാൻ മനതൃപ്തിയോടുകൂടി മദ്യപിച്ചു. പക്ഷേ അതിനുള്ള നന്ദി പറയാനല്ല, ആരത് മറിയോ? എടീ, നിന്റെ അപ്പനെവിടെടി? കാലത്ത് അപ്പന്റെ ഫോട്ടോ തല്ലിപ്പൊളിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ മാറ്റിയതാ. എന്റെ ഫോട്ടോ തല്ലിപ്പൊളിച്ചു, എത്ര വേണേലും എടുക്കാമല്ലോ. മറിയേ എന്നാലേ ഇപ്പൊ തന്നെ നമുക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. അപ്പം കാണും. അപ്പനല്ല, കൊപ്പനല്ല, അപ്പൻ ശരി. ഞാൻ ഈ പിടുത്തം വീട്ടില് വിടുകയല്ല. അപ്പോ കുറച്ച് നേരത്തേക്ക് ആ കഥ നിർത്ത്, ഞങ്ങളിപ്പോ അച്ഛൻ സമ്മതിച്ചിട്ട് നിങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്നില്ല. നിന്നെ കാണാതിരിക്കാൻ അവളെ മുറിയിൽ അടച്ചിട്ടിരിക്കുക. പേടിക്കണ്ട, എങ്ങനെയും ഞാൻ അവളെ പുറത്തു കൊണ്ടുവരും. പക്ഷെ നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ അച്ഛൻ അവളെ കൊന്നുകളയും. എന്റെ സൗമിനിയെ കൊന്നുപോലെ. എന്നെ സ്നേഹിച്ച കുറ്റത്തിന് അച്ഛൻ കൊടുത്ത ശിക്ഷയായിരുന്നു അത്. ഇവിടെ നിന്നാ അവളെ താഴേക്കെറിഞ്ഞു കൊന്നത്. അവളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ പരിക്കേറ്റ് എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എന്നിട്ടും അച്ഛൻ എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ കാടാകെ സൗമ്യനെ നിറഞ്ഞു നിൽക്കുക. ഞാൻ ഇന്നും ഇവിടെ വന്ന് അവളെ കാണുന്നു. അതുപോലെ എന്നെയും കൊല്ലുമോ? അതുകൊണ്ടാണ് നാട് വിടാൻ ഞാൻ പറഞ്ഞത്. ഏത് നരകത്തിൽ ചെന്ന് വിളിച്ചാലും അമ്മാവിനെ രക്ഷപ്പെടാൻ കഴിയും. ഇനിയിപ്പോ എന്താ ചെയ്യാ? രാജേന്ദ്ര, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, നിന്റേതൊഴിച്ച്. ഞാൻ ചാടി ചാകണോ? നീ ചാവുന്നു എന്നൊരു കത്തെഴുതി തന്നാ മതി. നിന്റെ അച്ഛൻ എന്ന മഹാനീചന്റെ ലിവർ മെൽറ്റ് ചെയ്യുന്നത് നിനക്ക് കാണാം. എന്താ ഇന്ന് പണിക്കൊന്നും പോണ്ടേ? ഞാൻ എന്റെ ആ തോണി വിറ്റു. ആ പണ്ടാരം കാരണം ഈ ഏടാകൂടെ ഒക്കെ ഉണ്ടായത്. എന്തോ തിരിമറി നടന്നിരിക്കുന്നു എന്ന്. ചെലവഴിയാൻ ഇന്നിപ്പോ എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും നോക്കണം. വേറെ എന്തിനാ മനുഷ്യ നിങ്ങളെ കൊണ്ട് കഴിയാ? മര്യാദയ്ക്ക് പോയ തോണി തിരിച്ചു വാങ്ങിക്കണം. എനിക്ക് ആ തോണി വേണ്ട. ആ തോണിയിൽ എന്താ പലരും കണ്ട് ചത്തോ? ചത്തു. ഞാൻ കുടിച്ചില്ലേ ചെയ്തു, ഇനിയും കുടിച്ചിടും. അത് ചോദിക്കാൻ ആ തോണി നിന്റെ തന്ത മേടിച്ചൊന്നുമല്ലല്ലോ. എന്റെ അച്ഛനെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? നിന്റെ തന്ത ആരാണെന്ന് നിനക്കെന്നെ അറിയില്ല. പിന്നെ എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾ അമ്മാവാ, 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 ഇവിടെ 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 ചതിച്ചു. അമ്മാവ ചതിച്ചു. രാജേന്ദ്രനെ പറ്റിച്ചു. വായിക്കൂ. പ്രിയപ്പെട്ട അച്ഛൻ, എന്റെ സ്വപ്നം പൂവണിയില്ലെന്ന് മനസ്സിലായി. ഞാനും രാജിയും ആത്മഹത്യ ചെയ്യുന്നു. ഞങ്ങളുടെ മരണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അച്ഛനായിരിക്കും. അത് ഞാൻ ഏത് കോടതിയിലും പറയും എന്ന് മകൻ രാജേന്ദ്രൻ. അവൻ ആത്മഹത്യ ചെയ്യണ്ട. അവനെ ഞാൻ കൊന്നുകൊടുക്കാം. വെരി ഗുഡ്. അവനെ വഷളാക്കിയ നിങ്ങളെയും. എടാ, എന്റെ കൈക്ക് പിടിക്കരുത്, വെടിവെക്കേണ്ടതാണ്. നിക്കണം, നിക്കാനവിടെ. ഇന്ന് ഞാൻ അവനെ ശരിപ്പെടുത്തും. അയ്യോ അച്ഛാ, രാജേട്ടൻ പാവാ. അയ്യോ അച്ഛാ. എടാ, അവിടെ നിക്കാൻ. എടാ, എന്നെ ഓടിക്കരുത്, എനിക്ക് വയസ്സായതാണ്, ഗുരുത്വദോഷം ഉണ്ടാകും. എടാ, അവിടെ നിക്കാൻ. ഹാൻഡ്സ് അപ്പ്. ദൈവമേ, ചത്തോ? എടാ മക്കളെ, എടാ ഓടുമ്പോ വെടിവെച്ച ഉന്നം തെറ്റും. എടാ, എന്നെ ഇട്ട് ഓടിക്കരുത്. എടാ
സാറന്മാരെ എങ്ങോട്ടാ ഓടുന്നത്? പുലിയോ? പുള്ളിപ്പുലിയോ? അയ്യോ സാറേ, എനിക്ക് അന്നൊരു അബദ്ധം പറ്റിപ്പോയി സാറേ. ഞാൻ പഞ്ചസാരക്ക് പകരം സോഡക്കാരിട്ട് പോയാ സാറേ. എത്ര പ്രാവശ്യം കൂടിപ്പോയി സാറേ? സാറേ പോക്കാണ്, പൈസ പൊട്ടിപ്പോയി. അത് രക്ഷപ്പെട്ട മഴുവാണ്. ഒരു വെടിക്കാരൻ വാ, എനിക്കിനി വേഷം കളിച്ചിട്ട്. രാജേന്ദ്ര, എന്റെ അനിയത്തിയെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇവിടെ വേദനിപ്പിക്കരുത്. കഴിയും വേഗം രക്ഷപ്പെടും. പ്രതാപനെ ഞാനീ കാണുന്നില്ലല്ലോ. ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. എന്റെ അമ്മ. അംഗം തുടങ്ങാം. എന്താ അവിടെ നടക്കുന്നത്? ഇവരെല്ലാം ചേർന്ന് രാജേഷിനെ കൊല്ലാൻ വന്നിരിക്കുക. നീ മാറി നിൽക്കൂ. അയ്യോ, ഇത് രാജേന്ദ്രനാ. അയ്യോ, എന്റെ ചേട്ടനെ ഒന്നും ചെയ്യരുതേ. അയ്യോ, ചതിച്ചിട്ടാണേട്ടാ. അംഗം കൊടുത്ത ദിവസം ഇല്ല. അയ്യോ, അവനെ കൊല്ലടാ കൊല്ലല്ലടാ കൊല്ലല്ലടാ. അവനെ കൊന്ന പിന്നെ എനിക്ക് ആരെന്താ സാക്ഷി പറയാ? അവനെ കൊല്ലല്ലടാ. വിടവനെ കൊല്ലിയ ചവിട്ടി 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 ഞാൻ. നിന്നെ ഞാൻ കുറെ ദിവസമായിട്ടാ നോക്കി നടന്നു തുടങ്ങിയിട്ട്. നിക്കണവിടെ ഈ പിടുത്തം നിന്നെ ഞാൻ. അയ്യോ
അയ്യോ ഇതെന്താ എന്ത്? നോക്ക് അയ്യോ വയസ്സായ ഇതാ കുടിച്ചത് നാടോടി വന്നല്ലോ. എടാ ഞാൻ മധുരനാണ് അവന്റെ ഒരു വാൾപ്പഴിച്ച്. അന്ന് പുഴക്കരി വെച്ച് ഇതാ നടന്നത്. രാജേന്ദ്രൻ ഉമ്മ വെച്ചോ? രാജേട്ട് ഉമ്മ വയ്ക്കുന്ന പോലെ തോന്നിയതേ ഉള്ളൂ. വാ നമുക്ക് കല്യാണം കഴിക്കാം. അയ്യടാ ചേട്ടാ ചേട്ടാ ചേട്ടൻ എന്നെ ഇഷ്ടമല്ലേ? എന്നെ കല്യാണം കഴിക്കില്ലേ? കല്യാണം കഴിഞ്ഞ എന്റെ സൂക്കേട് മാറുമെന്ന ഡോക്ടർ പറഞ്ഞത്. ഞാനൊരു പാവമല്ലേ? ശാന്തി ചാന്ദ്ര, ഇനി ഇവിടെ നിൽക്കണ്ട. കഴിയുന്നുണ്ട് എങ്ങോട്ടും രക്ഷപ്പെടാം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും കപ്പൽ കയറാം. അയ്യോ കപ്പലിൽ പോകണ്ട. കപ്പലിനെന്താ കുഴപ്പം? മുങ്ങിയാൽ എനിക്ക് നീന്താൻ അറിയില്ല. നമുക്ക് വിമാനത്തിൽ പോവാം. അയ്യോ വേണ്ട, വിമാനം പൊളിഞ്ഞാൽ കുടുങ്ങും. എനിക്ക് പറക്കാൻ അറിയില്ല. കപ്പലും വിമാനവും ഒന്നും വേണ്ട, പോത്തിന്റെ പുറത്ത് അയച്ചു തരാം. കൊല്ലും ഞാൻ. നിക്കട അവിടെ. കൊല്ലും ഞാൻ. അമ്മ വെടിവെക്കല്ലേ? വെക്കും ഞാൻ, കൊല്ലും. അരുതച്ച അച്ഛൻ ചാവും. നിങ്ങൾ ചാണകം അല്ല ചാകണം. ഞങ്ങളല്ല ചാവുക, അച്ഛനാ നോക്കൂ. തോക്ക് തിരിഞ്ഞുപോയി. നിക്കട അവിടെ, ഞാൻ കൊല്ലട്ടെ. ഇല്ല, എനിക്ക് അവനെ കൊല്ലണം. എന്റെ മകനെ കൊല്ലാനുള്ള അവകാശം എനിക്കാണ്. ഇപ്പൊ എനിക്ക് അവൻ എന്റെ മകനാണ്, ഞാൻ അവന്റെ അച്ഛനാ. സൃഷ്ടിക്കാനുള്ള അവകാശം ബ്രഹ്മാവിനുള്ളതാണ്, എന്നാൽ സംഹരിക്കാനുള്ള കോൺട്രാക്ട് ശിവന്റേതാണ്. നിന്റെ മകനെ ഞാൻ കൊല്ലും. അതിനു മുമ്പേ ഞാൻ കൊല്ലും. അതിനുമുമ്പ് ഞാൻ തീരുമാനിക്കും. 1, 2
അല്ല ഞാൻ ചത്തില്ലേ? ഞാൻ ചത്തില്ലേ? എടാ നാരായണ, നീയും ചത്തില്ലേ? അയ്യോ എന്റെ പൊന്നു സാറേ, ഞങ്ങൾ സത്യത്തിന് ആരെയും കൊന്നിട്ടില്ല. ആ ശവം ഭാഗ്യത്തിന് അലച്ച് അബദ്ധത്തിന് ഞങ്ങളുടെ കിട്ടിയതാണ്. അതെ സാർ, ഞങ്ങളല്ല കൊന്നത്, പുഴയിൽ കുളിക്കാൻ പോയപ്പോ കിട്ടിയതാ. പുഴക്കരയിൽ കണ്ട ജഡമല്ലേ, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങളല്ല സാർ കൊന്നത്. എന്റെ മോൻ ആരെയും കൊല്ലൂല. അതെനിക്കറിയാം മിസ്റ്റർ. കൊന്നവൻ സ്റ്റേഷനിൽ ഹാജരായി, കുറ്റവും സമ്മതിച്ചു. ഡെഡ് ബോഡിയാണ് കിട്ടാത്തത്. നിങ്ങൾ അത് എവിടെ കളഞ്ഞു എന്ന് പറ. അത് ഒരു തോണിക്കാരന്റെ തലയിൽ വെച്ച് കെട്ടി. ഇപ്പൊ അതെവിടെ അന്ന് മേളിയിരിക്കണ ഒരുത്തനെ അറിയാവൂ. ഇന്ന് നിങ്ങൾ ഞാൻ കൊല്ലും. സാറേ, ആ ഭദ്രകാളിന്റെ എത്രയും മുമ്പ് എന്നെ അങ്ങനെ അറസ്റ്റ് ചെയ്തോ. ശവം എവിടെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ദേ പേടിക്കണോ? അയ്യോ കാണാനില്ലത് ഇവിടെ ഇരുന്നില്ല സാറേ, ഇവിടെ ഇല്ലായിരുന്നു. അയ്യോ സാറേ, ശവത്തിനെ കുഴിച്ചിട്ട സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഓ, ഞാൻ രക്ഷപ്പെട്ടു. ഈശ്വരാ. നീയും കൂടെ വരും. വധശ്രമത്തിന് ഇവരെ അടത്തി സാക്ഷികളായിട്ട് ഇവരെ മക്കളെ ഇങ്ങോട്ട് വരാൻ. വാടാ, നിക്കണേ. നീ ഓടിപ്പോയാ പിന്നെ എന്നെ രക്ഷിക്കാൻ ആരെന്റെ സാക്ഷിയെ? നിങ്ങൾ വീട്ടിലേക്ക് വാ. ആദ്യം അവൾ അറസ്റ്റ് ചെയ്യ, അവളാണ് വലിയ റൗഡിനി.